ഒത്തിരി അഭിമാനവും വിനയവും ഉണ്ട് ഈ മേഖലയിൽ ഇവിടെ ഈ ഒരു ഫ്രൈഡേ ഓപ്പൺ ഹൗസിലായി തീരുവാൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാനും ഐ തിങ്ക് സെവറൽ മന്ത്സ് മുമ്പ്, ഫസൽ മരക്കാർ സാറിന്റെ ഒരു ഫ്രൈഡേ ഓപ്പൺ ഹൗസിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. സാർ എൻ്റെ ടീച്ചറായിരുന്നു. അപ്പം അങ്ങനെ ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കുറച്ചു മുമ്പ് ഡോക്ടർ നീന തോമസ്, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓഗസ്റ്റ് മീറ്റിങ്ങിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ തന്ന ഒരു പ്രിവിലേജിന് നന്ദി. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ എറണാകുളത്ത് ജനിച്ചു. എൻ്റെ പപ്പ ഇവിടെ ബിസിനസ് നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു, ഓൺടർപ്രണർ. ഒരു ചെറിയ രീതിയിൽ റെഫ്രിജറേഷൻ, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ സർവീസ്, AC അങ്ങനത്തെ സർവീസ് റിപ്പയറിംഗ് ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. വി ഗാർഡിന് വേണ്ടി വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല ചെറുകിട ബിസിനസ് പ്രവർത്തകരാണ്. അമ്മ ഒരു ടീച്ചർ, ഹെഡ് മിസ്ട്രസ് ആയിട്ട്, UP സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു. LP സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ്. ഒരു സിസ്റ്റർ ദുബായിലാണ്. അളിയൻ അവിടെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്, സിസ്റ്റർ ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. 2 അനന്തരത്തിമാര്, നീസസ്. എന്റെ വൈഫ് ഡോക്ടറാണ്, ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു, എൻഡോക്രൈനോളജിസ്റ്റ്, എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികൾ, നവീൻ 5 വയസ്സ്, കരുൺ ഏകദേശം 3 വയസ്സാകുന്നു. നവീൻ ഇപ്പോൾ LKG പഠിക്കുന്നു. ഞാന് എറണാകുളത്ത് ജനിച്ചു വളർന്നു. വിദ്യോദയ എന്ന് പറയുന്ന സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം എൻട്രൻസ് കിട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 99 ബാച്ചിൽ ജോയിൻ ചെയ്തു. 99 ബാച്ചിൽ പഠിക്കുമ്പോൾ 2005 എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിദേശത്ത് പോകാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി. ലിനസ് പാമെ ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ആയിരുന്നു അത്. സ്വീഡനിലെ കാരോലിൻസ്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി 3 മാസം മോളിക്കുലർ ബയോളജി പഠനവും റിസർച്ചും നടത്തുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു പർപ്പസ്. അതിലൂടെയാണ് ഫോറിൻ എക്സ്പോഷർ എനിക്ക് ആദ്യമായിട്ട് ലഭിച്ചത്. ബട്ട് ദാറ്റ് എക്സൈറ്റഡ് മീ. ആ ഒരു ഫോറിൻ എക്സ്പോഷർ, ഒരു ഹയർ തിങ്കിങ് എന്നെ റിയലി എക്സൈറ്റ് ചെയ്തു. അന്ന് മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു ഓക്സ്ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീസ്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് വെറുതെ പോയി പഠിക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം ഫുൾ സ്കോളർഷിപ്പ് കിട്ടാതെ പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലെ PG എൻട്രൻസ് എഴുതി. എനിക്ക് കോയമ്പത്തൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MD ജനറൽ മെഡിസിൻ സീറ്റ് കിട്ടി. കിട്ടിയ സമയത്താണ് എനിക്ക് കേംബ്രിഡ്ജിൽ നിന്ന് ഫുൾ സ്കോളർഷിപ്പിൽ, മുഴുവൻ സ്കോളർഷിപ്പ് പെയ്ഡ് ആയിട്ട്, നെഹ്റു സ്കോളർഷിപ്പിൽ അവിടെ എപ്പിഡമിയോളജി എന്ന ശാസ്ത്ര മേഖല, അത് അധികം പേർക്ക് അറിയാത്ത ഒരു മേഖലയായിരുന്നു. അന്ന് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡായിരുന്നു എപ്പിഡമിയോളജി. രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണവും ലാൽ സാറിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു ഫീൽഡാണ്. അദ്ദേഹമൊക്കെ ഇതിന്റെ എക്സ്പേർട്ടാണ്. അപ്പൊ ആ ഒരു ഫീൽഡ് ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ആ ഒരു പേര് തന്നെ സുപരിചിതമായത്. അവിടെ കേംബ്രിഡ്ജിൽ പോയി ഈ MD ജനറൽ മെഡിസിൻ കോഴ്സ് ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു പോകാൻ വേണ്ടി. അങ്ങനെ 1 വർഷത്തേക്ക് അവിടെ കോഴ്സ് ചെയ്യാൻ പോകാൻ നേരത്ത് തിരിച്ച് നാട്ടിൽ വന്ന് MD ചെയ്യാൻ പാടാണ്. വീണ്ടും ഒരിക്കൽ കൂടി എൻട്രൻസ് എഴുതണം. അപ്പോൾ ഇത് റിസൈൻ ചെയ്ത് പോകുന്നതിന്റെ ഒരു പ്രയാസം. റിസൈൻ ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു, ലീവ് എടുത്ത് പോകാനായിരുന്നു. പക്ഷെങ്കിൽ എന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ ലീവ് എടുക്കാൻ അനുവദിച്ചില്ല. അത് കാരണം ഞാനൊരു റിസ്കി തീരുമാനം എടുത്തു, റിസൈൻ ചെയ്തു പോയി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ USMLE പറ്റി പഠിക്കുകയും അമേരിക്കയിൽ പോയി ഉപരിപഠനം ചെയ്യുന്നതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും, അങ്ങനെ അവിടെ നിന്നുകൊണ്ട് US യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗിലേക്ക് പോവുകയും അവിടെ റെസിഡൻസി, അതായത് ഇവിടുത്തെ ജനറൽ മെഡിസിൻ MD, ഫെലോഷിപ്പ്, ഇവിടുത്തെ DM മെഡിക്കൽ ഓങ്കോളജി, DM ഹിമറ്റോളജി, ഇത് രണ്ടും ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കെൻറ്റക്കിയിലെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാനും എൻ്റെ വൈഫും തിരിച്ച് നാട്ടിലേക്ക് വരികയും ഞങ്ങളുടെ ഹോം ടൗൺ കൊച്ചിയിൽ സെറ്റിലായി. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലും MOIC മെഡിക്കൽ കോളേജ് കോലഞ്ചേരി, അവിടെയും 2 ഇടത്തായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഓഫ് വർക്ക് ഓങ്കോളജി, ക്യാൻസർ, ഹിമറ്റോളജി, ബ്ലഡ് റിലേറ്റഡ് അസുഖങ്ങൾ. പിന്നെ അതുകൂടാതെ എനിക്ക് ടീച്ചിങ്, മെന്ററിങ്, റിസർച്ച്, പബ്ലിക് ഹെൽത്ത്, ഗ്ലോബൽ ഹെൽത്ത്, അഡ്വക്കസി, റിസർച്ച്, ഇങ്ങനെ ഒത്തിരി വേരിയഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന രീതിയിൽ ഒരു ക്യാൻസർ റിലേറ്റഡ് ആപ്ലിക്കേഷനും സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ചെറിയ സ്റ്റെപ്സ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരു ദിവസം പോലും ബോറടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. എല്ലാ ദിവസവും ഇസ് ഹൈലി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ സാർ ചോദിച്ചു നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസസ് എവറി ഡേ ഇസ് ഡിഫറെന്റ് ദാൻ ദ പ്രീവിയസ് ഡേ. യു വാണ്ട് മോർ ഓഫ് ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ വേണോ ഡെപ്തില്? അതെ. കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിനേക്കാളും ഈ ഇത് ഫീൽഡിലേക്ക് വരാനുള്ള താല്പര്യവും ഇത് ഈ വിദേശ അനുഭവങ്ങളും കൂടെ ഒന്ന് പങ്കുവെച്ചാൽ. സോ ഞാൻ
ഒരിക്കലും ഇന്ത്യ വിടാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല ഞാൻ. ഐ വാസ് സോർട്ട് ഓഫ് ഫോഴ്സ്ഡ് ടു ലീവ് ഇന്ത്യ ബിക്കോസ് ഓഫ് അത് ഇൻ എ വേ നന്നായിരുന്നു. കാരണം എനിക്ക് ഈ ഫോറിൻ എക്സ്പീരിയൻസ് കിട്ടിയത് എനിക്ക് വളരെയധികം ബെനിഫിറ്റ് ആയി തീർന്നു. ഒരു പക്ഷെങ്കിൽ ഞാൻ MD ജനറൽ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ലീവ് തന്ന് 1 വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേംബ്രിഡ്ജിൽ പോയി എപ്പിഡമിയോളജി പഠിച്ചിട്ട് തിരിച്ചു വന്ന് MD ജനറൽ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തേനെ. പക്ഷെ അതിന് സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്ത് പോകേണ്ടി വന്നത്. ബട്ട് ആ എക്സ്പീരിയൻസ് ഫോറിനിൽ പോയി US-ലും UK-ലും സ്വീഡനിലും ഒക്കെ പോയ എക്സ്പീരിയൻസ് എൻ്റെ ഹൊറൈസൺസിനെ, എൻ്റെ വിഷനെ ധാരാളം എൻലാർജ് ചെയ്യാനായിട്ട് സാധിച്ചു. നല്ല രീതിയിൽ ഇന്റലക്ച്വലി സ്റ്റിമുലേറ്റഡ് ആയിട്ട് എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. ഈ ഫീൽഡിൽ ക്യാൻസർ എന്ന ഫീൽഡിലേക്ക് വരാനുള്ള കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഏത് ഡോക്ടറും വിദേശത്ത് പോയി കഴിഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കാർഡിയോളജി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിയാണ് ഉപരിപഠനം. കാരണം നമ്മളിവിടെ മെഡിക്കൽ കോളേജിൽ ഏറ്റവും അധികം കാണുന്നത് കാർഡിയോളജിയും ഗ്യാസ്ട്രോ എൻട്രോളജിയാണ്. ഓങ്കോളജിയിൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, കാരണം കൂടുതലും RCC ഉള്ളതുകൊണ്ട് പേഷ്യൻസ് എല്ലാം അവിടെയാണ് പോകുന്നത്. അപ്പോൾ എനിക്കും ഞാൻ കേംബ്രിഡ്ജിൽ പോയപ്പോൾ അവിടെ ചെയ്ത റിസർച്ചും ഡയബറ്റീസും കാർഡിയോളജിയിൽ വരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ തന്നെ അമേരിക്കയിൽ UPMC, അമേരിക്കയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് പിറ്റ്സ്ബർഗ്. അവിടെ അമേരിക്കൻ ഗ്രാജുവേറ്റ്സിനാണ് കൂടുതലും കിട്ടുന്നത്. ഇന്റർനാഷണൽ സ്കോളേഴ്സ് പ്രോഗ്രാം എന്നൊരു ട്രാക്കിലാണ് എനിക്ക് കിട്ടിയത്. അതായത് ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ്സിന്റെ ഏറ്റവും ബെസ്റ്റ് സ്കോളേഴ്സിനെ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പഠിക്കാനായപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ഇമ്പോസ്റ്റർ സിൻഡ്രോം ആണ് എന്നെ ബാധിച്ചത്. ഞാൻ ഉടനെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് ഭയമായി. മുഴുവൻ അമേരിക്കക്കാർ കുത്തി നിറച്ച് നിൽക്കുന്ന പ്രോഗ്രാമിൽ ഒരു ഇന്ത്യക്കാരൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഫെയർ ചെയ്യും എന്നുള്ളൊരു പേടി കാരണം ഞാൻ ആക്ച്വലി അത് ഡിക്ലൈൻ ചെയ്യാൻ പോയി. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻ്റെ ഒരു സീനിയർ, അദ്ദേഹം ലാൽ സാറിനെ അറിയാക്കും, ഡോക്ടർ റോയ്, അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യൻ ആണ് അമേരിക്കയിൽ. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. പുള്ളി പറഞ്ഞു, നീ ഒരു ഭയങ്കര സ്റ്റുപ്പിഡ് കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, യു ഡോണ്ട് ഹാവ് ടു ഫിയർ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഏതൊക്കെ ഫീൽഡ് ആണെങ്കിലും എപ്പോഴും ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം മനസ്സിൽ കാണും. അപ്പോൾ ഞാൻ ആ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോമിലൂടെ കടന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ഡിക്ലൈൻ ചെയ്യാൻ പോയി. ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് നോട്ട് ഫിറ്റ് ടു വർക്ക് എമംഗ് അമേരിക്കൻസ് ഇൻ ആൻ അമേരിക്കൻ ഡോമിനേറ്റഡ് പ്രോഗ്രാം. എനിവേ, അങ്ങനെ അവിടെ പോയി ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും എൻ്റെ ഇൻട്രസ്റ്റ് കാർഡിയോളജിയിൽ ഉപരിപഠനം ചെയ്യണം എന്നാണ്. ഫസ്റ്റ് മന്ത് ഇൻപേഷ്യന്റ് ജനറൽ മെഡിസിൻ വാർഡാണ്. നമ്മുടെ എല്ലാ ജനറൽ മെഡിസിൻ കേസസും കാണുന്നു. അടുത്ത മാസം ഓങ്കോളജിയിൽ ഇൻപേഷ്യന്റ് എന്ന് വെച്ചാൽ ഓങ്കോളജി ക്യാൻസർ ഫീൽഡിൽ ഇൻപേഷ്യന്റ് വാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ രോഗികൾ അഡ്മിറ്റ് ആകുന്ന ഒരു സ്റ്റേജ്. അതായത് ദുഃഖമാണ് പ്രധാനമായിട്ടും. അപ്പോൾ അത്രയും പ്രയാസമുള്ള പേഷ്യൻസിനെ കെയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷവും ഒരു കണ്ടെന്റ്മെന്റ്, അതുപോലൊരു കണ്ടെന്റ്മെന്റ് എനിക്ക് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സോ ഐ സ്പെൻഡ് ലോങ് അവേഴ്സ്, രാവിലെ മുതൽ രാത്രി വരെ വാർഡിൽ നിൽക്കുന്നു, പേഷ്യൻസിനോട് സംസാരിക്കുന്നു. ഐ ജസ്റ്റ് എൻജോയ്ഡ് വർക്കിംഗ് ഇൻ ഓങ്കോളജി, ഇൻ പേഷ്യന്റ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസം ഞാൻ കാർഡിയോളജിയിലാണ് പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. ഞാൻ ഈ ഗ്രൂപ്പിൽ കാർഡിയോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ അവഹേളിക്കുകയല്ല, പക്ഷെ എനിക്ക് ബോറടിച്ചു. കാരണം ഏത് പേഷ്യനെ കണ്ടാലും ഒന്നെങ്കിലും ഒരു ആസ്പിറിൻ കൊടുക്കുക, സ്റ്റാറ്റിൻ കൊടുക്കുക, ബീറ്റാ ബ്ലോക്കർ കൊടുക്കുക, ഇത് തിരിച്ചും മറിച്ചും കൊടുക്കുക. ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. അതിനടുത്ത മാസം ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഓങ്കോളജിയുടെ തന്നെ ഔട്ട് പേഷ്യൻസ് ക്ലിനിക്കിൽ പോകാൻ സാധിച്ചു. അത് വളരെ ഫാസിനേറ്റിംഗ് ആയിരുന്നു. ഫാസിനേറ്റിംഗ് എന്ന് പറയാൻ കാരണം പേഷ്യൻസ് ഒക്കെ വരുന്നു, ജോലിക്ക് ഇടയ്ക്കുമെന്ന് വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് പോകുന്നു, അവരുടെ നോർമൽ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. പേഷ്യൻസ് ക്യാൻസർ സർവൈവ് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കേം ഈവൻ മോർ എക്സൈറ്റിംഗ്. അപ്പോൾ എനിക്ക് ഇൻ പേഷ്യന്റിന്റെ ബാഡ് സിറ്റുവേഷനിൽ എനിക്ക് കണ്ടെന്റ്മെന്റ് കിട്ടി. ഔട്ട് പേഷ്യന്റിന്റെ എക്സൈറ്റിംഗ് വേൾഡിൽ എനിക്ക് ഇന്റലക്ച്വൽ സ്റ്റിമുലേഷനും റിസർച്ച് എക്സ്പീരിയൻസും ആ ഒരു ഫണ്ടും കിട്ടി. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, ഓങ്കോളജിയിൽ തന്നെ ഉപരിപഠനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആൻഡ് ഐ ഹാവ് നോട്ട് റിഗ്രറ്റഡ്. ഒരു മിനിറ്റ് പോലും എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. ഇതാണ് ക്യാൻസറിൽ എത്തിപ്പറ്റിയത്. ഇടയ്ക്ക് എൻ്റെ കണക്ഷൻ ഒന്ന് പോയായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇപ്പൊ എവിടെയൊക്കെയാ ഉള്ളതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഇപ്പൊ എറണാകുളത്ത് എവിടെയൊക്കെ? ഞാൻ എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലും കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ വീണ്ടും തുടങ്ങി വെച്ച ഒരു ഇതിലേക്ക്, ഇപ്പൊ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മള് ക്യാൻസർ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഭയമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഇത് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ ക്യാൻസർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്ന് അപകടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സ്ലോ ആയിട്ടുണ്ട്. പക്ഷെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സ മാറ്റാവുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. ഈ ക്യാൻസർ എന്ന് കഴിഞ്ഞാൽ പോയി എന്ന് ധരിക്കുന്ന ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ക്യാൻസർ ഇനി മുതൽ എല്ലാ ആളുകളും സുപരിചിതമായി അറിയാൻ പോകുന്ന രോഗമാണ്. അത് നാച്ചുറലാണ്. കാരണം ഒരു സൊസൈറ്റി, ഒരു സമൂഹം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് സമൂഹത്തിന്
ലൈഫ് എക്സ്പെക്ടൻസി, അതിൻ്റെ പ്രായം, അനുപാതിക പ്രായം കൂടുന്നതിനനുസരിച്ച് നാച്ചുറലി ആ സൊസൈറ്റിയിൽ ക്യാൻസറിന്റെ എണ്ണം കൂടും. അതിന് സിമ്പിൾ റീസൺ, ക്യാൻസർ പ്രധാനമായിട്ടും പ്രായമായവരിൽ വരുന്ന ഒരു രോഗമാണ്, പ്രധാനമായിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരുന്നില്ലേ? ഉണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ഒരു പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവില് ഒരു സൊസൈറ്റി ഏജ് ചെയ്യുന്തോറും ആ സൊസൈറ്റിയിൽ ക്യാൻസറിന്റെ എണ്ണം കൂടും. അപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കും ക്യാൻസർ കേരളത്തിൽ ഭയങ്കരമായിട്ട് എക്സ്പോണൻഷ്യലി റൈസ് ചെയ്യുന്നു, അതാണ് ഇതാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർച്ചയില്ല. ശാസ്ത്രജ്ഞന്മാർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെയുള്ള വളർച്ചയെ ക്യാൻസറിന്റെ നിരക്കുകളിലുള്ളൂ. ഇനി ക്യാൻസറിന്റെ അകത്ത് തന്നെ പണ്ട് കാലത്ത് ക്യാൻസർ കണ്ടുപിടിച്ചാൽ ചികിത്സിക്കാനുള്ള ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു, പരിമിതമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പല ക്യാൻസറുകൾക്കും, എൻ്റെ ഒരു ജസ്റ്റ് റഫായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 80% ക്യാൻസറുകൾക്കും നല്ല ചികിത്സ ഇന്നുണ്ട്. അതും നല്ല ചികിത്സ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ സാധിക്കും. പ്രശ്നം വരുന്നത് പല ക്യാൻസറുകളും കണ്ടുപിടിക്കുന്നത് കുറച്ച് താമസം വരുമ്പോഴാണ്. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് ചികിത്സിക്കുകയും ക്യൂറ് കിട്ടുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ 20 വർഷം മുമ്പ് ഒരു 70-80% ആളുകൾ മരണപ്പെടുന്ന ഒരു രോഗമായിരുന്നു. അതിൽ നിന്ന് ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ സമയത്തിന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും എല്ലായിടത്തും ഈക്വൽ സർവൈവൽ എത്തിക്കാൻ സാധിക്കും. അതായത് നമുക്ക് വലിയ പൈസയൊന്നും വേണ്ട, ചിലവ് വേണ്ട ചികിത്സിക്കാൻ, ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 85-90 വരെ ശതമാനം മുകളിൽ സർവൈവൽ ഉണ്ട്, ജീവിക്കാൻ സാധിക്കും, രോഗത്തെ അതിജീവിക്കാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് നെഗറ്റീവ് ന്യൂസ് ആണ്. കാരണം പല ആളുകളും അവർക്ക് ക്യാൻസർ ഉണ്ടായി അവർ രക്ഷപ്പെട്ടാലും പുറത്ത് പറയാൻ മടിക്കും. ഇവിടെ ഒരു സർവൈവർ ബയസ് ഉണ്ട്. സർവൈവർ ബയസ് പറയുന്നത് പലരും ക്യാൻസർ വന്ന് സർവൈവ് ചെയ്ത് നോർമലായിട്ട് നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ട്, അവരത് പുറത്ത് പറയുന്നില്ല, നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും എല്ലാം അൺഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെയാണ്. ഏറ്റവും വേസ്റ്റ് ഡിസീസ് ഉള്ള രോഗിയെ പറ്റിയുമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ക്യാൻസറെ പറ്റി കേൾക്കുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ എല്ലാ ആളുകളുടെ അടുത്തും പറയുന്നത്, ഭയം നാച്ചുറല, പക്ഷെങ്കിൽ ഭയം നമ്മളെ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു ഡോക്ടറിനെ കണ്ട്, അത് എക്സ്പെർട്ട് ഡോക്ടർ, ഇത് പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ട്, അത് ആരുമെങ്കിലും ആയിക്കോട്ടെ, ഏത് ഫീൽഡിനെങ്കിലും ആയിക്കോട്ടെ, പലരുണ്ട്, ഒത്തിരി ആളുകളുണ്ട് ഇതെല്ലാം പഠിച്ച ആളുകൾ. അവരുടെ അടുത്ത് ചോദിച്ച് അവർ പറയുന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇന്ന് കണ്ടൊരു ചെറുപ്പക്കാരന്റെ കഥ, 30 വയസ്സ്, ലങ് ക്യാൻസർ, നവംബറിൽ കണ്ടുപിടിച്ചു, ഇപ്പോൾ ജൂൺ മാസമായി ആയുർവേദം ചികിത്സ. ആയുർവേദം തെറ്റാണെന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെങ്കിൽ ചില രോഗങ്ങൾക്ക് ചില ചികിത്സയെ പറ്റൂ. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായ ചികിത്സ തേടി, എവിടെയാണ് തെളിവുള്ളതെന്ന് തേടി പോവുകയാണെങ്കിൽ പല രോഗങ്ങൾക്കും ഇന്ന് നല്ല ചികിത്സ എഫക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഭയപ്പെടേണ്ട കാര്യം ഉണ്ടെങ്കിലും ഭയത്തെ അതിജീവിക്കേണ്ട കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളമുണ്ട്. ക്യാൻസർ പ്രധാനമായിട്ടും കൂടാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു, ഏജിങ് സൊസൈറ്റി. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പ്രായം കൂടി വരുന്നു, നാച്ചുറല. നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ നാച്ചുറലായിട്ട് ക്യാൻസറിന്റെ എണ്ണം കൂടും. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ക്യാൻസർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസും കൂടിയാണ്. അപ്പോൾ ജീവിത ശൈലി രോഗം കൂടിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിത ശൈലി ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായി തീരുന്നു. അതിന് ഏറ്റവും കോമണസ്റ്റ് എക്സാമ്പിൾ പുകയിലയുടെ ഉപയോഗം, മദ്യത്തിന്റെ ഉപയോഗം. ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ധാരാളം ക്യാൻസറുകളുടെ കാരണം പുകയിലയുടെ ഉപയോഗം, മദ്യപാനവും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറിന് കാരണമായി തീരുന്നത് മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ ബാഡ് ലൈഫ് സ്റ്റൈലിന് കാരണമായി തീരുന്ന അൺഹെൽത്തി ഡയറ്റ്, അൺഹെൽത്തി ആക്ടിവിറ്റി ഇല്ലാത്തൊരവസ്ഥ, ഫിസിക്കൽ എക്സസൈസ് വ്യായാമം ഇല്ലാത്തൊരു ജീവിതശൈലി, അമിത വണ്ണം, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ചില ക്യാൻസറുകൾ നമ്മൾ എന്ത് ചെയ്താലും തടയാൻ സാധിക്കില്ല, അതൊരു റാൻഡം ഇവന്റ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഹിമാലയ സാനുക്കളിൽ ഏറ്റവും നല്ല ഫുഡ് കഴിച്ച് ഏറ്റവും ക്ലീനസ്റ്റ് എയർ ശ്വസിച്ച് ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടർ കുടിച്ച് ജീവിക്കുന്ന ആൾക്ക് പോലും, പ്യൂർ വെജിറ്റേറിയൻ ആൾക്ക് പോലും ക്യാൻസർ വരാം. അതൊരു റാൻഡം ചാൻസാണ്. എന്നാൽ നമുക്ക് തടയാവുന്ന ക്യാൻസറുകളുണ്ട്, പ്രിവെന്റബിൾ ക്യാൻസേഴ്സ് ധാരാളമുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണുമെന്ന് വിചാരിക്കുക. ഇതിനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല, പേടിച്ച് ജീവിക്കരുത്. ഒരു സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. ഞാനിപ്പോൾ വൈകിട്ട് എൻ്റെ ഒരു ട്രെയിനിങ് എടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, എൻ്റെ ഒരു പേഷ്യന്റിനെ പറ്റി ഞാൻ പറഞ്ഞതാ. ആ പേഷ്യന്റിനെ പറ്റി പറഞ്ഞത് ഇതാ: ദാറ്റ്
gentleman is living while dying, and several of us are dying while living. എൻ്റെ ആ പേഷ്യന്റ് മരിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചുകൊണ്ട് മരിക്കുന്നു. നമ്മിൽ പലരും ജീവിക്കുമ്പോൾ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ആ ലൈഫിനോടുള്ള അപ്രോച്ചും. നല്ലൊരു നല്ല വരികളായിട്ടാണ് തോന്നിയത് കേട്ടപ്പോഴേക്കും. പിന്നെ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ നേരത്തെ ചോദിക്കാൻ തന്നെ കാരണം അതായിരുന്നു. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 30 വയസ്സിനടുപ്പിച്ച് ആയുസ് ഉണ്ടായിരുന്ന ജനതയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ ക്യാൻസറൊക്കെ വരുന്നതിന് മുമ്പേ മരിച്ചു പോകും നല്ലൊരു ശതമാനം. ഇപ്പം ജീവിച്ചിരിക്കുന്നതുകൊണ്ടും ആയുസ് കൂടുതലുകൊണ്ടും മരിക്കാൻ്റെ കാരണവും വേണമല്ലോ. അന്നേരം പല ക്യാൻസറുകളും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൽ ആയുസ് കൂടുതലായത് അത് കൃത്യമായിട്ടത് അജു പറഞ്ഞു. ഇനി കേരളത്തിലായതുകൊണ്ടുള്ള ക്യാൻസർ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ട്? കേരളത്തിൽ പ്രത്യേകിച്ച് കൂടുതൽ കാണുന്ന ക്യാൻസറുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അതിന് ഉണ്ട് സാറേ. ഞാൻ 2 കൂട്ടമായിട്ട് തിരിക്കാം. സ്ത്രീകൾ, പുരുഷന്മാർ. സ്ത്രീകളില് കേരളത്തിലും വികസിത രാജ്യങ്ങൾ. ഞാൻ കേരളത്തെ മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളോട് കമ്പയർ ചെയ്യുന്നില്ല. കാരണം കേരളത്തിന്റെ സ്റ്റാൻഡേർഡ്സും സ്റ്റാറ്റിസ്റ്റിക്സും ഹെൽത്ത് ഇൻഡിസസും ആരോഗ്യപരമായ കണക്കുകളും എല്ലാം വിദേശ വികസിത രാജ്യങ്ങളുടേതാണ്. അത് നമുക്ക് ദശകങ്ങളായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടേതായിട്ടുള്ള ആരോഗ്യ അഡ്വാൻസ്മെന്റ്സ്, നമ്മുടെ പബ്ലിക് ഹെൽത്ത് അഡ്വാൻസ്മെന്റ്സ്, അതിന്റെ ഒരു ക്രെഡിറ്റ്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെങ്കിൽ അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മറ്റ് സൊസൈറ്റികളെ അപേക്ഷിച്ച്, വികസിത സൊസൈറ്റികളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ക്യാൻസറുകൾ ഒന്നും തന്നെ ഇല്ല. പാറ്റേൺസ് സെയിമാ. എന്നാൽ വാർണിംഗ് സൈൻസ് ഉണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം, കേരളത്തിൽ സ്തനാർബുദത്തിന്റെ നിരക്ക് കൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫാക്ടർ എന്താന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ അത് ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി ആകാം. അതേ പാറ്റേൺ വിദേശ രാജ്യങ്ങളിലുണ്ട്. എന്നാൽ ആശ്വസിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയിൽ കാണുന്നതിന്റെ ഏകദേശം 4-1, 3-1 ബ്രസ്റ്റ് ക്യാൻസറെ കേരളത്തിലെ സ്ത്രീകളിലുള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്കയിലെ പാറ്റേൺ നമ്മൾ പിന്തുടരരുത്. നമ്മൾ അവരുടെ ഡേഞ്ചർ കണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി ഇപ്പോഴേ അവരുടെ പാതയിലോട്ട് നാം കടക്കരുത്. കടക്കുന്ന പാതയിലാണ് നമ്മളിപ്പോൾ. അതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ കാണുന്ന കുറച്ച് വറിയിങ് ട്രെൻഡ്സ്. രണ്ടാമത്തെ വറിയിങ് ട്രെൻഡ്സ് എന്നെ സംബന്ധിച്ച് ഏറ്റവും എനിക്ക് കൺസേൺ ഉള്ളത്, നമ്മുടെ വൻകുടലിലെയും മലാശയത്തിലെയും ക്യാൻസർ എസ്പെഷ്യലി ചെറുപ്പക്കാരിൽ കൂടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അമേരിക്കയിലെ ബോസ്റ്റണിലെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. കാരണം ഞാനും ഹാർവേഡ് യൂണിവേഴ്സിറ്റിയും അങ്ങനെ ലോകത്തിലെ പല വിദേശ സർവകലാശാലകൾ, ഞങ്ങൾ ഒരു 9 ടീംസ് ഞങ്ങൾ ഒരു വലിയൊരു ഗ്രാൻഡിന് അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് വി ഗോട്ട് എ ലാർജ് ഗ്രാൻഡ്. ആ ഗ്രാൻഡിൽ ഞങ്ങൾ എയിം ചെയ്യുന്നത്, എന്തുകൊണ്ട് ലോകത്തെല്ലായിടത്തും വൻകുടലിലെ മലാശയത്തിലെയും ക്യാൻസർ ചെറുപ്പക്കാരിൽ 50 വയസ്സ് താഴെയുള്ളവരിൽ കൂടുന്നു. അതിലെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ക്ലൈംബ് സംഭവിക്കുന്നത്, ഏറ്റവും കുത്തനെ ഉയരുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ, കേരളത്തിലും. അത് എന്തുകൊണ്ടെന്നുള്ളതിന് വ്യക്തമായ ഉത്തരമില്ലെങ്കിലും പ്രധാനമായിട്ട് ജീവിതശൈലി തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു എമേർജിങ് വറിയിങ് സൈൻ ആണ് വൻകുടലിലെ മലാശയത്തിലെ ക്യാൻസർ. ഇതൊക്കെ പ്രിവെന്റബിൾ ആണ്. കാരണം പല ആളുകൾക്കും പൈൽസ് ആണെന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന രോഗമായത്. പല ചെറുപ്പക്കാരും ഡോക്ടേഴ്സ് വരെ അഡ്വൈസ് ചെയ്ത് പൈൽസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുക. വളരെ സിമ്പിൾ ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ആൻഡ് വൻകുടലിലെ മലാശയത്തിലെ ക്യാൻസറിന്റെ പ്രത്യേകത, വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണ്, ഈസി ആയിട്ട്. അപ്പൊ ഇതൊരു വറിയിങ് സൈനാണ്. മൂന്നാമത്തേത്, കേരളത്തിൽ കുറച്ച് തൈറോയിഡ് ക്യാൻസർ കൂടുതലാണ്. അപ്പൊ അതിന് കാരണം അത്ര നിശ്ചയമല്ലെങ്കിലും ധാരാളം ഹൈപ്പോത്തസിസ് പറയുമെങ്കിലും 2017 ഞാൻ നടത്തിയ പഠനം എൻഡോക്രൈനോളജി ഫീൽഡിലെ ഏറ്റവും ടോപ്പ് ജേണൽ, അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് ജേണലിൽ അക്സെപ്റ്റ് ആയി. അതിനുശേഷം മറ്റ് ജേണലുകളിലും അതിനെ തുടർ പഠനം ഞാനും ഇന്റർനാഷണൽ ഏജൻസി ഫോർ ക്യാൻസർ റിസർച്ച് IACR കൂടെ ചേർന്ന് ഞങ്ങൾ കൊളാബറേറ്റീവ് ആയിട്ട് ഞങ്ങൾ ഒരു പഠനം നടത്തി. അതും അക്സെപ്റ്റഡ് ആയി. അതിൽ ഞങ്ങൾ കണ്ടുപിടിച്ചത്, കേരളത്തിൽ തൈറോയ്ഡ് ക്യാൻസർ കൂടുന്നതിന്റെ ട്രെൻഡ്, നമ്മൾ ഓവർ ഡയഗ്നോസിസ് ഉണ്ട് ഒരു പരിധി വരെ, ഹെൽത്ത് ടെക്നോളജി ഇവിടെ കൂടുതലായതുകൊണ്ടാണ്. ഫൈനലി 2020 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ക്യാൻസർ റിപ്പോർട്ടിൽ എന്റെ പഠനത്തെ സൈറ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിൽ തൈറോയ്ഡ് ക്യാൻസർ കൂടാനുള്ള കാരണം ഓവർ ഡയഗ്നോസിസ് ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പാറ്റേൺസും, അതും കേരളത്തിൽ യുണീക്ക് അല്ല, വികസിത രാജ്യങ്ങളിൽ കണ്ടുവരുന്ന അതേ പാറ്റേൺ നമ്മൾ പിന്തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഓവർ ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അതെ. സോ
അതെ അതെ അതൊരു നല്ലൊരു ടെർമിനോളജി അല്ലെങ്കിലും ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്ന ടെർമിനോളജി കൊണ്ട് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഉദാഹരണം ഇതാണ്: തൈറോയിഡ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇതൊരു വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഫൈൻ പോയിന്റ് ആണ്. തൈറോയിഡ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഇത് രണ്ടും നമുക്ക് ഒരു മനുഷ്യന് ഇത് രണ്ടും ശരീരത്തിൽ ഉണ്ടാകാം. അത് അവിടെ ഇരുന്നത് കൊണ്ട് ആ മനുഷ്യന് മരണമോ അത് കാരണം രോഗത്തിന്റെ ദുരിതമോ അനുഭവിക്കണം എന്നില്ല. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 80 വയസ്സിന് മുകളിലുള്ള 100 പുരുഷന്മാരെ എടുത്ത് പ്രോസ്റ്റേറ്റ് ചുമ്മാ വെറുതെ എടുത്തിട്ട് ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 20 പേർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കും. പക്ഷെങ്കിൽ ഈ 80 വയസ്സ് കഴിഞ്ഞാൽ ഈ 20 പേരും മരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാരണമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവര് മരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറും ശരീരത്തിൽ ഉള്ളപ്പോൾ ആണ്, അത് കാരണമല്ല. അതുപോലെ തന്നെയാണ് തൈറോയ്ഡ് ക്യാൻസറും. ചില തൈറോയ്ഡ് ക്യാൻസറുകൾ, ഐ തിങ്ക് ഒരു മെജോറിറ്റി ഓഫ് ദ തൈറോയ്ഡ് ക്യാൻസേഴ്സും ഒരു സ്ത്രീയുടെ കഴുത്തിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, അത് അവർക്ക് രോഗത്തിന് കാരണമായി തീരുന്നില്ല. പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് അൾട്രാസൗണ്ട് നെക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും കാരണത്തിന് ചുമ വരുന്നു, അതിനുവേണ്ടി ഒരു CT എടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു പെറ്റ് സ്കാൻ എടുക്കുന്നു, അപ്പോൾ തൈറോയിഡിൽ ഒരു മുഴ കാണും. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ക്യാൻസർ കണ്ടുപിടിക്കും, അപ്പോൾ അതിന്റെ ചികിത്സ ചെയ്യും. ഇങ്ങനെയാണ് പല ക്യാൻസറുകളും തൈറോയിഡ് ക്യാൻസറിൽ കണ്ടുപിടിക്കപ്പെടുന്നത്. പ്രോസ്റ്റേറ്റിലും ഉദാഹരണമുണ്ട്. പ്രോസ്റ്റേറ്റിൽ പല ആളുകളും എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും മറ്റ് ഹോസ്പിറ്റലുകളിലും പോകും എക്സിക്യൂട്ടീവ് ചെക്കപ്പിന്. ഇപ്പൊ PSA ടെസ്റ്റ് ഓർഡർ ചെയ്യും. PSA ടെസ്റ്റ് ഓർഡർ ചെയ്ത് PSA കുറച്ച് കൂടി നിൽക്കും, ഒരു 6 ആകും. 6 ആകുമ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് വരും. ഡോക്ടർ പറയും PSA കൂടുതലാണ്, അടുത്ത ടെസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ MRI ചെയ്യും. ചെറിയൊരു മുഴ കണ്ടുപിടിക്കും പ്രോസ്റ്റേറ്റിൽ. അടുത്ത ടെസ്റ്റ് എന്താണ്? ബയോപ്സി ചെയ്യണം. ബയോപ്സി ചെയ്യും, അപ്പോൾ ക്യാൻസർ കണ്ടുപിടിക്കും. അപ്പോൾ ആ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ആ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുന്ന കാരണമുള്ള ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കും. അതേസമയം ഈ PSA ടെസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ആ പേഷ്യന്റ് ഉണ്ടാകണമെന്നില്ല. സോ ഇതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പലയിടത്തും പണ്ട് PSA ഒക്കെ റെഗുലർലി ചെക്ക് ചെയ്യുമെങ്കിലും ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട എന്നാണ് പല ഗൈഡ് ലൈൻസും പറയുന്നത്. മാത്രമല്ല, ഞാൻ അറിയാവുന്നവരിൽ തന്നെ 1-2 പേരിൽ കണ്ടിട്ടുണ്ട് ഈ PSA കൂടുതലാണെന്ന് കണ്ടിട്ട് ഇതര ചികിത്സാ രീതികളുണ്ടല്ലോ, ഈ PSA കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് കുറെ നാൾ മരുന്ന് കഴിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതൊരു വളരെ അപകടം പിടിച്ച, നമ്മുടെ നാട്ടിൽ ഈ പരസ്പരം ഈ അവരവരുടെ മേഖലകൾ തിരിച്ചറിയാതെ ചികിത്സിക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാൻഡിഡേറ്റ്സും ഉണ്ട്, പേഷ്യൻസും ഉണ്ടായിരുന്നു. സാറേ, ഇതിനോട് ചേർന്ന് ഞാനൊരു കാര്യം പറയട്ടെ. പലപ്പോഴും നമ്മൾ എക്സ്പെർട്ട് അഡ്വൈസ് കൊടുക്കും. രോഗികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാര് മറ്റുള്ള രോഗികൾ വരുമ്പോൾ, എനിക്കറിയാവുന്ന ഒരാൾക്ക് ഈ ക്യാൻസർ ഉണ്ടായിരുന്നു, ആ വ്യക്തി ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ചികിത്സിച്ചു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ അദ്ദേഹം പറയുന്ന രോഗി ചിലപ്പോൾ കൂടിയ രോഗമുള്ള ആളായിരിക്കാം, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളതായിരിക്കാം. ഈ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ രോഗിക്ക് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരിക്കാം. അവർക്ക് ഒന്നും കാണത്തില്ല, ചികിത്സിക്കേണ്ട ആവശ്യമേ കാണത്തില്ല. അപ്പോൾ ഇവരെ റെഫർ ചെയ്യുന്നത് ഇന്ന ആൾ ഇതര ചികിത്സയിൽ പോയി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് നിൽക്കുന്ന ക്യൂർ ചെയ്യപ്പെടാവുന്ന ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്ത്രീ പാവം പോയിട്ട് ആ ഇതര ചികിത്സ ചെയ്യുന്നു, അവരുടെ രോഗം മൂർച്ഛിക്കുന്നു, മരിക്കുന്നു. ഇത് ഞങ്ങൾ ആഴ്ചയ്ക്ക് കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ മാത്രമല്ല, എന്നെ പോലെ ധാരാളം ഓങ്കോളജിസ്റ്റുകൾ. അൺഫോർച്ചുനേറ്റ്ലി ഈ കേരളത്തിൽ ഇപ്പോഴും ഇത് നടക്കുന്ന കാര്യമാണ്. ക്യൂറബിൾ പ്രിവെന്റബിൾ ക്യാൻസേഴ്സ് ഭയം കാരണം, മറ്റ് പേടി കാരണം നമ്മുടെ നാട്ടുകാർ തന്നെ പലരും പറഞ്ഞ് പലയിടത്തോട്ട് വിട്ട് പലരെയും ജീവിതം പ്രയാസത്തിലാക്കുന്നു. നമ്മുടെ അരമണിക്കൂറായി. അപ്പോൾ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ചോദ്യങ്ങൾ കാണും. പക്ഷേ ഞാനൊന്ന് പറഞ്ഞു വെക്കാം, ഈ ബ്രസ്റ്റ് ക്യാൻസർ വീണ്ടും ഒന്ന് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടും ബ്രസ്റ്റ് ക്യാൻസർ പിന്നെ നമുക്ക് വീണ്ടും അതിലേക്കൊന്ന് വരണം. ഈ നമുക്ക് സെൽഫ് ഡയഗ്നോസിസും ആ സാധനങ്ങളൊക്കെ ഉള്ള എപ്പോഴെങ്കിലും ഒന്ന് തീരുന്നതിന് പറയാം. ഷിറാസ് ഉണ്ട്, ജോഷിയ ഉണ്ട്, അവരൊക്കെയാണ് സാധാരണ ഞാൻ കൂടെ ചർച്ച നയിക്കുന്നവർ. ഇതിനകത്ത് ഈ ക്രമാതീതമായി ഹോട്ടലും റെസ്റ്റോറൻറ്റ്സ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് വെളിയിൽ ഭക്ഷണം കഴിക്കുക, ഒത്തുകൂടുക, അതിനൊക്കെയാണ് റെസ്റ്റോറൻറ്റ്സ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭക്ഷണം കുട്ടികൾ വെളിയിൽ നിന്ന് വരുത്തിയ ഭക്ഷണം, സ്വിഗ്ഗി വഴിയും ഒക്കെ വെളിയിൽ നിന്ന് വരുത്തിയ ഭക്ഷണമാണ് നഗരത്തിലുള്ള കുട്ടികൾ മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഏത് തരം ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ അപകടകരം, അല്ലെങ്കിൽ എന്തെല്ലാം തരം ഭക്ഷണങ്ങളാണ് ഇതിൽ സൂക്ഷിക്കേണ്ടത്? ഇതൊക്കെ നമ്മളിപ്പം പൂർണ്ണമായും വീണ്ടും മാത്രം ആശ്രയിച്ച് നമുക്ക് പോവുകയും സാധ്യമല്ല. അപ്പോൾ എന്തൊക്കെ ഭക്ഷണമാണ് നമുക്ക് വെളിയിൽ നിന്ന് ധൈര്യമായി വാങ്ങാൻ പറ്റുന്നത്? എസ്പെഷ്യലി ജീറിയാട്രിക് പോപ്പുലേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുട്ടികളെല്ലാം വെളിയിൽ പോയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നന്നായി ഭക്ഷണം കിട്ടുന്ന ഒരു സംവിധാനവും, അല്ലെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണം കിട്ടുന്ന ഒരു സംവിധാനവും ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഏതെല്ലാം ഭക്ഷണമാണ് സൂക്ഷിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊന്ന്
പറഞ്ഞു തന്നിരുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് ഒരു ആസ് ടൈം ഗോസ് ബൈ, കാലങ്ങൾക്കനുസരിച്ച് പല പല ചിന്തകൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ എല്ലാ റെഡ് മീറ്റും മോശം മോശം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതില് അത്രയ്ക്ക് വാസ്തവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. കാരണം ഈ റെഡ് മീറ്റ് മോശം മോശം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കഴിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുക നമ്മുടെ സമൂഹം. പലപ്പോഴും റെഡ് മീറ്റ് മോശം എന്ന് പറയുന്നത് അമേരിക്കൻ ഡയറ്റ് നോക്കുമ്പോൾ, അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, അവരുടെ ഡയറ്റിൽ ഒരു റെഡ് മീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേക്ക് ഇങ്ങനെ എടുത്ത് പ്ലേറ്റിന്റെ 3/4 ഭാഗം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേക്ക് വെച്ച് കഴിക്കുന്നതാണ്. അതേസമയം നമ്മുടെ നാട്ടിലെ പാവം പിടിച്ച ഒരു ലേഡി കുറച്ച് ബീഫ് സൈഡിൽ അല്ലെങ്കിൽ കുറച്ച് ചിക്കനോ ഒരു സൈഡിൽ കൂട്ടി തൊട്ട് കൂട്ടുന്നത് അത് പേടിച്ചു വെക്കും. കാരണം അയ്യോ ഇത് റെഡ് മീറ്റ് ആണ് അല്ലെങ്കിൽ ഇത് പ്രശ്നമാണെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന പ്രോട്ടീൻ കിട്ടില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും കൺസിഡേർഡ് ഒരു ഡേഞ്ചർ ഫുഡ് കമ്പോണന്റ്, ഭക്ഷ്യപദാർത്ഥത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ കുറയ്ക്കേണ്ട കമ്പോണന്റ് എന്ന് പറയുന്നത് പ്രോസസ്ഡ് അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡാണ്. സംസ്കരിച്ച പദാർത്ഥങ്ങളുള്ള ഫുഡ്. എന്നാൽ ഇന്നത്തെ മോഡേൺ ലൈഫിൽ നമുക്ക് കുറച്ച് പ്രോസസ്ഡ് ഫുഡും അൾട്രാ പ്രോസസ്സും കഴിക്കാതിരിക്കാൻ പറ്റില്ല. എന്താണ് ഈ പ്രോസസ്ഡ് ഫുഡ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്? അത് ഞാനൊരു ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, പാക്കറ്റിൽ കിട്ടുന്ന എന്തും പ്രോസസ്ഡോ അൾട്രാ പ്രോസസ്ഡോ ആണ്. 2 or 3 ഇൻഗ്രീഡിയൻസ് ഉള്ള എന്ത് സാധനവും പ്രോസസ്ഡോ അൾട്രാ പ്രോസസ്ഡോ ആണ്. നമ്മളിപ്പോൾ ഒരു പുട്ട് കഴിക്കുക, പുട്ട് പ്രോസസ്ഡ് ആണോ അൾട്രാ പ്രോസസ്ഡ് ആണോ? അതിനകത്ത് എത്ര ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്? ഒന്നേ ഉള്ളൂ. ഇനി അഥവാ 2 ഇടുവാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇടാം. പക്ഷേ അതേസമയം നമ്മൾ ഒരു ഫ്രൂട്ടി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ജ്യൂസ് കുടിക്കുക, അതിന്റെ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഇൻഗ്രീഡിയൻസ് പല തരത്തിലുള്ളത്. സോ ദാറ്റ് ഇസ് പ്രോസസ്ഡ് ഓർ അൾട്രാ പ്രോസസ്ഡ്. അപ്പൊ ഈ പ്രോസസ്ഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡിന്റെ കമ്പോണന്റിന്റെ ഒരു ദിവസത്തെ നമ്മുടെ കൺസിസ്റ്റൻസി ഒരു 10% കൂടുതൽ ആകുന്നത് നല്ലതല്ല. അപ്പോൾ ധാരാളം പുറത്ത് കഴിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രോസസ്ഡ് ഫുഡും അൾട്രാ പ്രോസസ്ഡ് ഫുഡിന്റെ എമൗണ്ട് ഒരു ദിവസം ഡെയിലി കൺസിസ്റ്റൻസി ഒരു 10% കുറച്ചാക്കുക. നിങ്ങൾ തന്നെ ഡയറ്റ് നോക്കുക, കുറയ്ക്കുക. സമീകൃതമായിട്ട് എല്ലാം കഴിക്കുക. എവറിത്തിങ് ഇൻ മോഡറേഷൻ, നത്തിങ് ഇൻ എക്സസ്. മദ്യപിക്കാതിരിക്കുക, പുകവലിക്കാതിരിക്കുക. വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുക. ഹോൾ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, തവിട് കളയാത്ത ഹോൾ ഗ്രെയിൻസ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുക. ഹെൽത്തി ഓയിൽസ് യൂസ് ചെയ്യുക. പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുക. ഹെൽത്തി ഓയിൽസ് എന്നാ നിങ്ങളൊന്ന് പറഞ്ഞാല്? ഹെൽത്തി ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ നാട്ടിൽ കിട്ടാൻ എളുപ്പമല്ല. ഒലിവ് ഓയിൽ ഇസ് എ വെരി ഹെൽത്തി ഓയിൽ. പക്ഷെങ്കിൽ നേരത്തെ വന്ന ഡോക്ടർ നീന എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ന്യൂട്രീഷനിസ്റ്റും കൂടെയാണ്, ഡോക്ടർ നീന. ഡോക്ടർ ലാൽ സാറിന്റെ ഈ ഫ്രൈഡേ ഓപ്പൺ ഹൗസിൽ 2-3 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, റൊട്ടേറ്റ് ദ ഓയിൽസ്. നമ്മുടെ കുക്കിംഗ് ഓയിൽ റൊട്ടേറ്റ് ചെയ്യുക. ചിലരുണ്ട് എപ്പോഴും വെളിച്ചെണ്ണയിൽ മാത്രം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിലര് വെജിറ്റബിൾ ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നത്. അതിന് പകരം കുക്കിംഗ് ഓയിൽസ് റൊട്ടേറ്റ് ചെയ്യുക. ഡീപ്പ് ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ നല്ലതാണ്. ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ളതിനൊക്കെ ഒലിവ് ഓയിൽ പോലുള്ളത് നല്ലതാണ്, ഹെൽത്തി ഓയിൽസ്. പക്ഷേ ഈ ഹെൽത്തി ഓയിൽസ് കിട്ടുന്ന വേറൊരു സ്ഥലം നട്ട്സ്, നമ്മുടെ നട്ട്സ്, ഒമേഗ 3, ഫിഷ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഹെൽത്തി കമ്പോണന്റ് കിട്ടും. ലാൽ സാർ എപ്പോഴും ന്യൂട്രീഷനിസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ ഫ്രൈഡേ ഓപ്പൺ ഹൗസ്? ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ന്യൂട്രീഷൻ എക്സ്പേർട്സിനെ ആരോ വന്നിട്ടുണ്ടോ? 1-2 പേര് വന്നിട്ടുണ്ടെന്നാണ് ഒരു ഓർമ്മ. വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇനി ആലോചിക്കാവുന്നൊരു കാര്യം, ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ഏരിയ. ജോഷി, ലണ്ടനിലെ ജോഷി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ ലാൽ. ഡോക്ടർ അജു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു ആംഗിളിലാണ് ക്യാൻസറിനെ പ്രസന്റ് ചെയ്തത്. ഞാനിത് വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും നമ്മുടെ ഫ്രൈഡേ ഓപ്പൺ ഹൗസിൽ തന്നെ ഓങ്കോളജിനെ പറ്റി സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ഓക്സ്ബ്രിഡ്ജിൽ പഠിച്ചതും പിന്നെ ലിവിങ് വൈൽ ഡൈയിങ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾക്കത് വളരെ അട്രാക്റ്റീവായി തോന്നി, വളരെ ഉപകാരമുള്ള ഒരു സംഗതിയായി തോന്നുന്നുണ്ട്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. കുറെ അധികം പേർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും ഡെഫിനറ്റ് ആയിട്ടും. ഇത് വളരെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ചോദ്യം, ഇപ്പൊ ഞാൻ ഡോക്ടർ അജുവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്റെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം ഡോക്ടർ മുമ്പിൽ വെച്ചിരിക്കുന്നു. ആൻഡ് യു ഫൗണ്ട് ദാറ്റ് ഐ ഗോട്ട് ക്യാൻസർ. അത് ഏത് ഭാഗത്തായിക്കോട്ടെ.
എന്നെ എങ്ങനെയായിരിക്കും ഉപദേശിക്കുക ആദ്യത്തെ, ആൻഡ് വാട്ട് വിൽ ബി മൈ ഫസ്റ്റ് ഡേ ഓഫ് ലൈഫ് ആഫ്റ്റർ ഡയഗ്നോസിങ് ദാറ്റ് ഐ ഗോട്ട് ക്യാൻസർ, പ്ലീസ്? ഷുവർ. സോ ഇതിനെ ഞാൻ ഒരു ഒരു രസകരമായ അനുഭവത്തിലൂടെ തന്നെ എക്സാമ്പിൾ പറയാം. ഞാൻ പഠിച്ചതെല്ലാം അമേരിക്കയിലാണല്ലോ. നാട്ടിലെ MBBS പഠിച്ചു, പിന്നെ അങ്ങ് പോയി. ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ GP പോയിട്ടുണ്ടെന്നല്ലാതെ കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുത്തതല്ലാതെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അങ്ങനെ അമേരിക്കയിൽ പോയി പഠിച്ചു. അമേരിക്ക ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറാണ്. പേഷ്യന്റ് ആണ് റൈറ്റ്. ഇപ്പൊ ഞാനൊരു പേഷ്യന്റ് അടുത്ത് പോകണേ പേഷ്യന്റ് പറയും ഐ ഡോണ്ട് വാണ്ട് മൈ വൈഫ് ടു നോ, അല്ലെ ഐ ഡോണ്ട് വാണ്ട് മൈ ചിൽഡ്രൻ ടു നോ, എന്റെ മക്കൾ അറിയണ്ട എന്ന് പറയുകയാണെങ്കിൽ then I don't have a right to talk to them. അവർക്ക് എനിക്ക് സംസാരിക്കാൻ അവകാശമില്ല. പേഷ്യന്റിന്റെ അടുത്ത് ഞാൻ പറയണം, അവരത് ഹോൾഡ് ആവശ്യപ്പെടുന്നു, പക്ഷെ അവിടെയും സെൻസിറ്റീവായിട്ട് പറയണം. ആ ഒരു ചിന്തയിൽ ഇവിടെ വന്ന ഞാൻ വിചാരിച്ചു ഇവിടെ നാട്ടിൽ നന്നാക്കി എടുക്കാം. നാട്ടിൽ ഞാനും അമേരിക്കൻ സ്റ്റൈലില് പേഷ്യന്റ് ഹാസ് എ റൈറ്റ് ടു നോ എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അധികം താമസിക്കാതെ എൻ്റെ ലൈഫും മാറ്റിമറിച്ചു. സോ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ദർ ഇസ് എ കൾച്ചറൽ ആംഗിൾ ടു പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്നുള്ളത്. സോ ഞാനിപ്പോൾ കുറച്ചുകൂടെ കൾച്ചറലി സെൻസിറ്റീവ് ആണ്. എനിവേ, കമ്മിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഒരു രോഗി എൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണെങ്കിൽ രോഗി പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കില്ല, അവരുടെ റിലേറ്റീവ്സ് കാണും. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും ഐ ഹാവ് ടു ലിസൺ ടു ദ റിലേറ്റീവ്സ്. പലപ്പോഴും റിലേറ്റീവ്സ് ആദ്യം വന്ന് സംസാരിച്ചിട്ടായിരിക്കും വരുന്നത്, ഡോക്ടറെ ഇന്ന ആളുടെ അടുത്തൊന്നും പറയരുതെന്നുള്ളത്. അപ്പോൾ ഞാൻ അവരെ എൻകറേജ് ചെയ്യും, പറയുന്നത് നല്ലതാണ്, അത് പറയുന്നതിൽ ഒരു സ്കില്ലുണ്ട്, സ്കില്ലോടുകൂടി പറയുകയാണെങ്കിൽ ഭയപ്പെടാതെ ഞാനിത് പറഞ്ഞു തരാം. പക്ഷേ ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ടാറ്റ മെഡിക്കൽ സെന്ററിൽ ഒരു പഠനമുണ്ട്. അവര് 100 എത്രയോ എണ്ണം രോഗികളുടെ അടുത്ത് ചോദിച്ചു, അവരുടെ റിലേറ്റീവ്സിനോട് ചോദിച്ചു രോഗത്തെ പറ്റി. എവറി സിംഗിൾ പേഷ്യന്റിന് അവരുടെ രോഗം ക്യാൻസർ ആണെന്ന് അറിയാം. എവറി സിംഗിൾ റിലേറ്റീവിന് അവരുടെ ലവ്ഡ് വണ്ണിന്റെ അടുത്ത് രോഗം ക്യാൻസർ ആണെന്ന് പറയരുത്, അവർക്ക് അറിയില്ല എന്ന് അവരുടെ തെറ്റിദ്ധാരണ. അമേരിക്കയിലായ സമയത്ത് തന്നെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഒരു മേസ്ത്രിയുടെ മകൻ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമോ, ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്, അതെന്താണെന്ന് ചോദിക്കുമോ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. അച്ഛൻ്റെ അടുത്ത് ഞാൻ അമേരിക്കൻ സ്റ്റൈലിൽ തന്നെ ചോദിച്ചു, അച്ഛൻ രോഗം എന്താണെന്ന് അറിയാമോ? പിന്നെ എൻ്റെ മോന് വിചാരിക്കുന്നത് അവൻ എന്താ ഞാൻ മണ്ടനാണെന്നാണ് വിചാരിക്കുന്നത്, എനിക്ക് ക്യാൻസർ ആണ്. പലപ്പോഴും നമ്മുടെ നാട്ടില് നമ്മളൊക്കെ നമ്മുടെ പേരൻസിനെയും നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും അവർക്ക് രോഗം ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് തകർന്ന് തരിപ്പണമാകുന്നു. എന്നിട്ട് നമ്മൾ ഇവരെ ഓങ്കോളജി സെന്റർ മുമ്പിൽ കൊണ്ട് ഇരുത്തും, അവരെ മൊത്തത്തിൽ ഒരു പൊട്ടുകളി കളിപ്പിക്കും, ഒന്നും പറയത്തില്ല. അത് അത്ര നല്ല പ്രവണതയല്ല. ചില ആൾക്കാർക്ക് നല്ല പ്രവണതയാണ്. സോ അത് സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണം. സോ ഞാൻ ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ എത്രത്തോളം അറിയണം എന്ന ആഗ്രഹമുണ്ടെന്ന് ചോദിക്കും. ഹൗ മച്ച് വുഡ് യു ലൈക്ക് ടു നോ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ? ചില ആൾക്കാർ പറയും ഐ വോണ്ട് ടു നോ എവറിത്തിങ് എന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ കഴിയുന്നിടത്തോളം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരറിയേണ്ട അത്രയും ഇൻഫർമേഷൻ കൊടുക്കും. എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ. ചില സമയത്ത് എനിക്ക് അറിയത്തില്ല അവർക്ക് എന്തായി തീരുമെന്ന്, എപ്പം മരിക്കുന്നു അറിയത്തില്ല, അപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല. ചില ആളുകൾ പറയും എനിക്കൊന്നും അറിയണ്ട, എൻ്റെ മകൻ്റെ അടുത്ത് സംസാരിക്കാം. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും ഞാൻ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഇഫ് യങ് പേഴ്സൺ കംസ് ടു മീ, ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം അറിയണം എന്ന് ആഗ്രഹമുള്ളവരാണ്, ഐ ഗിവ് ദം ആസ് മച്ച് ഇൻഫർമേഷൻ ആസ് ദേ വാണ്ട്. ഞാൻ അവരടുത്ത് എൻ്റെ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യാനും പറയും. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, യു ഹാവ് എവറി റൈറ്റ് ടു റെക്കോർഡ് ദിസ് കോൺവെർസേഷൻ. കാരണം ഞാൻ എഴുതിയാലും ഇല്ലെങ്കിലും ഇവർ റെക്കോർഡ് ചെയ്യുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇവർ എൻ്റെ അറിവോടുകൂടി തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ് എനിക്കും ഇഷ്ടം. കാരണം പലപ്പോഴും ഇവർ റെക്കോർഡ് ചെയ്ത് കുത്തിയാൽ കിട്ടത്തില്ല. ഇവർ വിചാരിക്കും റെക്കോർഡിങ് ഓണാന്ന്, പിന്നെ എന്നെ കൊണ്ട് ഒന്നുകൂടെ പറയിക്കും. അപ്പൊ പല പേരൻസ് വരും, മക്കൾ വിദേശത്തായിരിക്കും, അവരപ്പം എനിക്ക് കാണാം അപ്പുറത്തിരുന്നുകൊണ്ട് അവരിങ്ങനെ കുത്തുന്നത്. അപ്പൊ ഞാൻ തന്നെ പറയും, കൊണ്ടുപോയി ഞാൻ റെക്കോർഡ് ചെയ്ത് തരാമെന്ന് പറയും. കാരണം ഇത് ഫസ്റ്റ് ഡേ, യു ആസ്ക് മീ ദി ക്വസ്റ്റ്യൻ, ഡേ 1 എന്തായിരിക്കും? ഫസ്റ്റ് ഡേ വിൽ ബി ഫുൾ ഓഫ് കൺഫ്യൂഷൻ. സെക്കൻഡ് ഡേ കൺഫ്യൂഷൻ, തേർഡ് ഡേ കൺഫ്യൂഷൻ. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ മാറി ഒന്ന് ക്ലിയർ ആകാൻ നാളുകൾ എടുക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെക്കോർഡിങ് കേട്ട് പിന്നെയും കേൾക്കുകയും നോട്ട്സ് എഴുതുകയും ഒക്കെ ചെയ്യുന്നത് യൂസ്ഫുൾ ആണ്. സോ ഇതൊരു കുക്കി കട്ടർ പോലെ എല്ലാവർക്കും ഒരേപോലെ മോഡലല്ല, പക്ഷേ അത് സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം. അതിന് ഒത്തിരി ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണം. ഞങ്ങൾക്ക് ഒത്തിരി ട്രെയിനിങ് അമേരിക്കയിൽ കൺട്രോൾ ചെയ്തതാണ്, ഹൗ ടു ബ്രേക്ക് ബാഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞു. ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ. നേരത്തെ പറഞ്ഞു ഈ രോഗത്തിന്റെ കാരണങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ചും ഏജ് ആയ ഒരാൾക്കാർക്ക് അത് നമ്മൾ ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ ദേ വിൽ ഡൈ വിത്തൗട്ട് ക്യാൻസർ ഈവൻ ദോ ദേ ഗോട്ട് പ്രോസ്ട്രേറ്റ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഡയഗ്നോസ് ചെയ്തില്ലെങ്കിലും അതൊരു ഫേറ്റൽ ആയിട്ട് വരില്ല, അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിരിക്കുന്നത്
ഈ ക്യാൻസർ സെല്ലുകൾ വിൽ സ്പ്രെഡ് വെരി ഫാസ്റ്റ്, വെരി ക്വിക്ക്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഡയഗ്നോസ് ക്യാൻസർ. ആസ് സൂൺ ആസ് യു ഡയഗ്നോസ് ഇറ്റ്, യു ഹാവ് ടു കട്ട് ദാറ്റ് ഓഫ്, യു ഹാവ് ടു റിമൂവ് ദാറ്റ് സെൽസ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ക്യാൻസർ ഉണ്ട്, അതല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള ഏരിയകളുണ്ട്. അത് ട്രിഗർ ചെയ്യാതെ നമ്മൾക്ക് കുഴപ്പമില്ലാതെ നമ്മൾക്ക് ജീവിക്കാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഐ മേ ബി റോങ്. അപ്പൊ അതിനെ ഒന്നും കൂടെ ഇലാബറേറ്റ് ചെയ്യോ പ്ലീസ്? ഇല്ല, അത് ശാസ്ത്രീയമായിട്ട് ചില ക്യാൻസറുകൾക്കേ ഉള്ളൂ. അതും അതിനകത്തും റിസ്ക് ഒക്കെ നമ്മൾ നോക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് തൈറോയിഡ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇന്ന് വന്നൊരു പേഷ്യന്റ് എക്സാമ്പിൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഞാൻ പേഷ്യൻസിന്റെ വിവരം കഴിയുന്നിടത്തോളം ഡീറ്റെയിൽസ് കൊടുക്കാതെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഓൾട്ടർ ചെയ്താ പറയുന്നത്. അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യുന്നില്ല. ഇന്ന് വന്നൊരു പേഷ്യന്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാൻ ഹെർണിയ ഉള്ളത് കാരണം ടെസ്റ്റ് ചെയ്തു. ഡോക്ടറുടെ അടുത്ത് പോയി PSA ചെക്ക് ചെയ്തു, PSA 15. MRI ചെയ്തു, പ്രോസ്റ്റേറ്റിൽ മുഴ. ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തതിനകത്ത് 1% കോശങ്ങളിൽ ക്യാൻസറിന്റെ അളവ്, അതും 3+4 ഗ്ലീസൺ സ്കോർ. എന്ത് ചെയ്യണം? പ്രോസ്റ്റേറ്റ് എടുത്ത് കളയണോ വേണ്ടോ? ഇത് ചോദിക്കാനാണ് എൻ്റെ അടുത്ത് വന്നത്. സോ ഇതിനകത്ത് റിസ്ക് അസസ്മെന്റ് ഉണ്ട്. ഞങ്ങൾക്ക് പല രീതിയിൽ ഓരോ ക്യാൻസറിന്റെ റിസ്ക് ഗ്രേഡ് ചെയ്യാം. ഈ പേഷ്യന്റ് റിസ്ക് വളരെ ലോ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ തിരക്കുപിടിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട, അതവിടെ ഇരുന്നോട്ടെ, നമുക്കൊരു 3 മാസം കഴിഞ്ഞ് ഒരു MRI എടുത്ത് നോക്കാം. അത് വലുതാകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. ചിലപ്പോൾ ഇത് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. സോ ആ പേഷ്യന്റ് വാസ് ഹാപ്പി, അവര് കോൺഫിഡന്റ് ആയിട്ട് തന്നെ പോയി. പക്ഷെ ചിലർക്ക് ഇത് ടെൻഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെന്ന് ചെയ്യണം. ചില ക്യാൻസറുകൾക്ക് ഇങ്ങനെ ഉള്ളൂ, എല്ലാ ക്യാൻസറുകൾക്കും ഇല്ല. അത് അറിഞ്ഞ് ചികിത്സിക്കണം. ക്യാൻസർ ഒരു വളരെ മിസ്റ്റീരിയസ് ഡിസീസാണ്. ചില പേഷ്യൻസ് എനിക്കുണ്ട്, കിഡ്നി ക്യാൻസർ 20 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളുകൾക്ക് അന്ന് കിഡ്നി റിമൂവ് ചെയ്തു, ഇന്ന് കിഡ്നി ക്യാൻസർ ലിവറിലും ലിംഫ് നോഡിലും റിക്കർ ചെയ്ത് വരുന്നു 20 വർഷങ്ങൾക്ക് ശേഷം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സ് പൊട്ടിത്തെറിക്കും. ബാഫിൾസ് us. 20 years ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഈ ക്യാൻസർ കോശങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നു, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ശാസ്ത്രജ്ഞന്മാർ, എന്നെ പോലുള്ളവർ പഠിക്കാൻ നോക്കുന്നത് എന്താണെന്നറിയോ? 20 വർഷം ഇവറ്റകളെ ഉറക്കി കിടത്തിയത് എന്താണ്? 20 വർഷത്തിന് ശേഷം ഇവറ്റകളെ ഉണർത്തിയത് എന്താണ്? ബിക്കോസ് ഇത് അറിഞ്ഞാൽ നമുക്ക് ക്യാൻസറിനെ സ്വിച്ച് ഓൺ ചെയ്യാം, സ്വിച്ച് ഓഫ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള ധാരാളം റിസർച്ച്, എക്സൈറ്റിംഗ് റിസർച്ച് ഇസ് ഹാപ്പനിങ് വേൾഡ് വൈഡ്. പക്ഷേങ്കിൽ ഞാൻ എല്ലാ ക്യാൻസറും ഒരുപോലെ അല്ല. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ അടുത്ത് സംസാരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് സ്റ്റെപ്സ് വെക്കുക. വളരെ വേഗത്തിൽ വ്യാപിക്കുകയും പട്ടികയും ചെയ്യുന്ന ക്യാൻസറുകളും ഉണ്ടല്ലേ, പെട്ടെന്ന് ഒത്തിരി ഉണ്ട്. ചിലതൊക്കെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ചിലതൊക്കെ അത് ഈവൻ കിഡ്നി ക്യാൻസർ, ഞാനിപ്പോ പറയാം കിഡ്നി ക്യാൻസർ. ചില തൈറോയിഡ് ക്യാൻസർ, ഞാനിപ്പോ പറയും തൈറോയിഡ് ക്യാൻസർ കുഴപ്പമില്ല, തരക്കേടില്ല. എന്നാൽ ചില ആൾക്കാരുടെ തൈറോയിഡ് ക്യാൻസർ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ചില ടൈപ്പ് വേരിയേഷൻസ് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. സോ ഒരു എക്സ്പെർട്ട് ഡോക്ടറായിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്യണം. എല്ലാം അവിടെ ഒരു കാര്യം പറഞ്ഞു പോകാൻ തോന്നി. ഇപ്പൊ നമ്മള് ക്യാൻസർ ഒറ്റ സാധനമായിട്ടാണ് പലരും മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ MB പിള്ള സാറിന്റെ ഒരു പ്രഭാഷണം കേട്ടു, ലങ് ക്യാൻസർ തന്നെ എത്രയോ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ശരിയാണ് സാർ. അപ്പോ ഇൻഡിവിജ്വലിൽ വ്യത്യാസം വരാം. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പോ വളരെയധികം തരങ്ങളിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ തന്നെ പല തരത്തിലുണ്ട്. ഇതിനെയൊക്കെ ചികിത്സിക്കുന്നത് പല വിധത്തിലാണ്, പല രീതിയിലാണ്. ലങ് ക്യാൻസർ തന്നെ പല തരത്തിലുണ്ട്. ഇതിനെയൊക്കെ ചികിത്സിക്കുന്നത് പല രീതിയിലാണ്, പല തരത്തിലാണ്. സ്റ്റേജ് 4 ലങ് ക്യാൻസർ നോർമലായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഊഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന എന്റെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കും എന്താണ് പറയുന്നതെന്ന്. കാരണം when you are not practicing in the field, ആ ഫീൽഡിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാനും അങ്ങനെ ആയി പോകും, എനിക്ക് ഉറപ്പാണ്. കാരണം ചെറുപ്പക്കാർ വരുന്തോറും, ഫീൽഡിലോട്ട് വരുന്തോറും they are practicing ഒരു ഡിഫറെന്റ് ലെവൽ ഓഫ് മെഡിസിൻ. ആ സൊസൈറ്റി, നമ്മുടെ ടെക്നോളജി മാറി. അപ്പോൾ ഒത്തിരി ടൈപ്പ് ഓഫ് ഡിസീസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനെ പറ്റിയും അറിയാവുന്നുള്ള തെറ്റിദ്ധാരണയിൽ ആരും, ഡോക്ടേഴ്സ് ആണെങ്കിലും ഞാനാണെങ്കിലും ഇരിക്കരുത്. എല്ലാം ഹൈലി സ്പെഷ്യലൈസ്ഡ്, ഹൈലി നാരോ ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഏറ്റവും കൂടുതൽ ഇത് വൻകുടലുള്ള ക്യാൻസറും ആമാശയത്തിലാണെന്ന് തോന്നുന്നു അല്ലേ, ഏറ്റവും കൂടുതൽ ക്യാൻസറുകളാണ്? ഇത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? സോ ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആമാശയത്തിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ വൻകുടൽ മലാശയ ക്യാൻസറിനെ പറ്റി ഏറ്റവും വലിയ പഠനം എൻ്റേത് തന്നെയായിരുന്നു. ഗട്ട് BMG ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ 2019 പബ്ലിഷ് ചെയ്തത്. ഇന്ത്യ മുഴുവൻ എടുത്ത് സർവേ ചെയ്തൊരു സ്റ്റഡിയാണ്. അതിനകത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കണ്ടുവരുന്നത് റെക്ടത്തിലാണ്. വൻകുടലിലെ ആമാശയമല്ല, മലാശയത്തിലാണ്. ആമാശയം എന്നാണ് പറഞ്ഞത്, മലാശയം എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, സോറി. റെക്ടം, മലാശയത്തിലാണ് കൂടുതൽ കാണുന്നത്. മലാശയത്തിലെ ക്യാൻസർ കൂടുതലും ബ്ലീഡിംഗ് ആയിട്ട് വരാം.
പൈൽസ് പോലെയുള്ള സിംറ്റംസ് ആകാം, കോൺസ്റ്റിപ്പേഷൻ ആകാം. വൻകുടലിലെ ക്യാൻസർ പലപ്പോഴും അനീമിയ ആയിട്ട് വരാം, ഒരു വയറുവേദനയായിട്ട് വരാം, ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, ചില ദിവസങ്ങൾ വയറ്റിൽ നിന്ന് പോകത്തില്ല, ചില ദിവസങ്ങൾ വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകുന്ന, അങ്ങനെ വരാം. സിമ്പിൾ ആയിട്ട് തന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരേണ്ട കാര്യം, അത് എല്ലാ ക്യാൻസറിനെ പറ്റിയും കേൾക്കേണ്ട കാര്യം ഇതാ. എൻ്റെ അടുത്ത് ചോദിക്കുക എന്താണ് ഞാൻ അറിയേണ്ട കാര്യം ഇതാ. 10 ദിവസമോ 2 ആഴ്ചയോ കൂടുതലായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, രോഗലക്ഷണങ്ങൾ, എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ, അതായത് ചില ആൾക്കാർക്ക് പനി വരും, പനി ഒരാഴ്ച കൊണ്ട് മാറും, എന്നാൽ 10 ദിവസം കഴിഞ്ഞിട്ട് മാറാത്ത പനി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം. തലവേദന വന്നും പോയി ഇരിക്കും, എന്നാൽ 10 ദിവസം കഴിഞ്ഞിട്ടും തലവേദന മാറുന്നില്ലെങ്കിൽ ഡോക്ടറിനെ കാണണം. രക്തം പോകുന്നു മലത്തിലൂടെ, ചില ആൾക്കാർക്ക് ചിലപ്പോൾ രക്തം പോയെന്നിരിക്കും, ചില പൈൽസ് ഉള്ളവർക്ക്, എന്നാൽ 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പോകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. സോ സിമ്പിളി ആൻസർ ഇസ്, ഒരു 2 ആഴ്ചയോ 10 ദിവസത്തിൽ കൂടുതൽ എന്തെങ്കിലും സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം, വെച്ചുകൊണ്ടിരിക്കരുത്. ബ്രസ്റ്റിൽ മുഴയാകാം, എന്ത് വേണമെങ്കിലും ആകാം. സോ ദാറ്റ്സ് എ സിമ്പിൾ തിങ്. വൻകുടൽ മലാശയം ക്യാൻസർ ശ്രദ്ധിക്കേണ്ട കാര്യം, അനീമിയ, വിളർച്ച, രക്തം മലത്തിൽ പോകുന്നു, കറുത്ത നിറത്തിൽ സ്റ്റൂൾ പോകുന്നു, അസാധാരണമായ വയറുവേദന ഉണ്ടാകും. സാധാരണമായിട്ട് ചില ആൾക്കാർക്ക് വയറുവേദന ഉണ്ടാകാം, അസാധാരണമായിട്ട് വയറുവേദന ഉണ്ടാകുന്നു. അസാധാരണമായിട്ട് അവരുടെ ബവൽ ഹാബിറ്റ്സ് മാറുന്നു. അതായത് എല്ലാ ദിവസവും 3 ദിവസത്തിലൊരിക്കൽ വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പതിവായിട്ട് പോകുന്ന ആളുകൾ, 3 ദിവസത്തിലൊരിക്കൽ പോകുന്ന ആൾക്ക് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നു, അത് അസാധാരണമാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും വയറ്റിൽ നിന്ന് പോകുന്ന പതിവുള്ള ഒരാൾ 2-3 ദിവസമായിട്ടും പോകുന്നില്ല, അങ്ങനെ പതിവായിട്ട് വരുന്നു. കോൺസ്റ്റന്റ്ലി അതൊരു റിക്കറിംഗ് സിംറ്റം ആയിരുന്നു. ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, ജസ്റ്റ് ഗോ സീ എ ഡോക്ടർ, ഒരു ഡോക്ടറെ പോയി കാണും. ലാഭിക്കാനായിട്ട് നേരത്തെ ബ്രസ്റ്റ് ക്യാൻസർ പറഞ്ഞുകൊണ്ടും പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കാവുന്നതും പിന്നെ നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിക്കാവുന്നതൊക്കെ ആയതുകൊണ്ടും, പിന്നെ നേരത്തെ നമ്മുടെ ജെയിം എബ്രഹാം വന്നിട്ടുണ്ട്. ജെയിം എബ്രഹാം ബ്രസ്റ്റ് ക്യാൻസർ രംഗത്ത് വളരെ പ്രശസ്തനും പുസ്തകമൊക്കെ എഴുതിയ ആളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നും ഇത് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ പണ്ട് ടെലിവിഷനിൽ പൾസ് എന്നൊരു ആരോഗ്യ പരിപാടി നടത്തുന്ന ഒരു 10-20 വർഷം മുമ്പ്, 20-25 വർഷം മുമ്പ്, ഷിറാസിനൊക്കെ അറിയുന്ന നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ സെൽഫ് എക്സാമിനേഷൻ കണ്ടിട്ട് അവർ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറയും അതും ചുമ്മാ നിനക്ക്, അപ്പോൾ അവർ കുറച്ച് ഡിലേ ഉണ്ട്, അവർ നിർബന്ധിച്ചിട്ടും അത് എനിക്ക് ധാരണയാന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവർ ക്യാൻസർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും താമസിച്ചു പോയി, മരിച്ചും പോയി. എന്നാൽ ഇതേ പരിപാടി ഉണ്ട് നമ്മുടെ സർക്കിളിൽ മാത്രം പറയാം, നമുക്കറിയുന്നവർ എത്രയോ പേര് അറിയാത്തവരാണ്. ഇത് കണ്ടുപിടിച്ചിട്ട് സ്വയം കണ്ടുപിടിച്ചിട്ട് ഭർത്താവിനോടോ അല്ലെങ്കിൽ വീട്ടിലോ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടവരെ നമുക്കറിയാം. ഒരൊറ്റ പരിപാടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഒരാഴ്ചത്തെ. അപ്പോൾ ഈ സെൽഫ് എക്സാമിനേഷനെ പറ്റിയും ആ ഏജ് ഗ്രൂപ്പിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ, ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ? യെസ്, ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ലാൽ സാറിന്റെ ചോദ്യം. അതിലേക്ക് ഉത്തരം കിടക്കുന്ന മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ സാറേ. ഞാൻ പഠിക്കാൻ കയറുന്ന സമയത്തായിരുന്നു സാറിന്റെ പൾസ് പ്രോഗ്രാം. ഐ വാസ് എ ഫാൻ ആ സമയം. യു ആർ എൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ, എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ, ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് എ ലോട്ട് ഓഫ് ന്യൂ തിങ്സ് ടു കോമൺ പബ്ലിക്. അന്ന് ഞാനൊരു കോമൺ പബ്ലിക് ആണല്ലോ. സോ എനിവേ, താങ്ക് യു. സോ ക്വസ്റ്റ്യൻ, ബ്രസ്റ്റ് ക്യാൻസറിന്റെ സെൽഫ് എക്സാം, ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ ഏർലി കണ്ടുപിടിക്കാം, പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാം. അതിന് ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾ സ്വന്തം ശരീരത്തെ പറ്റി, ഏത് പ്രായം ആയിക്കോട്ടെ, ഏത് പ്രായമാണെങ്കിലും സ്വന്തം ശരീരത്തെ പറ്റി അവബോധം ഉണ്ടാകണം. സ്വന്തം ശരീരത്തിൽ മാറിടത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുവാണെങ്കിൽ, അത് മുഴയാകാം, കളർ വ്യത്യാസമാകാം, മുലഞ്ഞെട്ട് നിപ്പിള് ഉള്ളിലേക്ക് വലിയുന്നതാകാം, പിന്നെ എന്തെങ്കിലും ഡിസ്ചാർജ്, ദ്രാവകം വരുന്നതാകാം, എന്ത് വേണേലും ആയിക്കോട്ടെ. പുതിയ സിംറ്റം നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യം പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കാണുക. സെൽഫ് എക്സാം, സ്വയമായിട്ട്, പ്രത്യേകിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് മാറിടം പരിശോധിക്കുക. അത് പ്രത്യേകിച്ച് കുളിക്കുമ്പോഴാണ്, സോപ്പ് തേച്ച് പരിശോധിക്കുന്നതാണ് ഏറ്റവും ഈസി എന്നാണ് സ്ത്രീകൾ പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വയമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സെൽഫ് ബ്രസ്റ്റ് എക്സാം ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ടെക്നീക്ക്. സ്ത്രീ സ്വയം അറിഞ്ഞിരിക്കണം. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാം ഒരു ഡോക്ടർ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേങ്കിൽ അത് മിസ് ചെയ്യാനുള്ള സാധ്യത ധാരാളമുണ്ട്. ഞാൻ പതിവായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ എക്സാമിൻ ചെയ്യുന്ന ആളാണല്ലോ, ബ്രസ്റ്റ് എക്സാം ചെയ്യുന്ന ആളാണല്ലോ. എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല പലപ്പോഴും ഏതാണ് മുഴ, ഏതാണ് കൺസേണിങ് മുഴയെന്ന്. ബിക്കോസ് ചില സ്ത്രീകളുടേത് ലംബി ആയിരിക്കും, നോഡുലാർ ആയിരിക്കും, നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകൾ സ്വയം അവെയർ ആയിരിക്കണം. മാമോഗ്രാം, ഡയഗ്നോസ്റ്റിക്, മുഴ ഉണ്ടെങ്കിൽ പോയി മാമോഗ്രാം ചെയ്താൽ നമുക്ക് നല്ലത്. ഒരു ലക്ഷണവും ഇല്ലാത്ത ആള് പോയി മാമോഗ്രാം ചെയ്യുന്നതിന് പറയുന്നതിനാണ് സ്ക്രീനിങ് മാമോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ വ്യൂ ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ധാരാളം പഠനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പ്രബന്ധങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ അഭിപ്രായം, സ്ക്രീനിങ് മാമോഗ്രാം എന്ന് പറയുന്നത് രോഗലക്ഷണമില്ലാത്ത ഒരു സ്ത്രീ പതിവായ ഇന്റർവെല്ലിൽ പോയി സ്ക്രീൻ ചെയ്യുന്നു, വെറുതെ മാമോഗ്രാം എടുക്കുന്നു, വിദേശ രാജ്യങ്ങളിൽ ഒരു എക്സ്റേ പരിശോധന എടുക്കുന്നു.
അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇത് ധാരാളം ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ എക്സ്റേ പരിശോധന ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പലതും കാണും. ഈ പലതും കാണുമ്പോൾ എല്ലാം സംശയാസ്പദമായിട്ട് തോന്നും. ഞാൻ വെറുതെ ഒരു നമ്പർ തരുവാണെങ്കിൽ, ശാസ്ത്രീയമായിട്ടൊരു നമ്പർ തരുവാണെങ്കിൽ, 1000 സ്ത്രീകൾക്ക് സ്ക്രീനിങ് മാമോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഒരു 200 പേർക്കോളം എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അതിൽ കാണും. ഒരു ഡോക്ടറിന്റെ അടുത്ത് അതും കൊണ്ട് പോകുന്നു. ഡോക്ടർ പറയുന്നു, ഓ അബ്നോർമൽ ആണല്ലോ, അപ്പോൾ ഒരു ടെസ്റ്റ് വേണം. അപ്പോൾ ഒരു ഫോളോ അപ്പ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, MRI ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ബയോപ്സി ചെയ്യേണ്ടി വരും. ആ ബയോപ്സി ചെയ്യുന്നത് ബഹുഭൂരിപക്ഷവും നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇത് ഓവർ പിക്ടപ്പാണ്. അപ്പോൾ ഈ സ്ക്രീനിങ് മാമോഗ്രാം കൊണ്ട് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വലിയ ഗുണം കിട്ടാൻ പോകുന്നില്ല. അതിന് കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലുള്ള ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിൽ പിക്കപ്പ് ചെയ്യുന്ന ടൈപ്പ് ക്യാൻസർ അല്ല. നമ്മുടെ ഇവിടെ കൂടുതലും ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് ഇന്ററിം ക്യാൻസേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഒരു സ്ത്രീ പോയി ചെയ്താൽ ആ ചെയ്തതിനിടയ്ക്ക് ജനുവരി 1-ാം തീയതി പതിവായിട്ട് മാമോഗ്രാം ചെയ്യുന്ന സ്ത്രീക്ക് ഓഗസ്റ്റിലായിരിക്കും മുഴ വരുന്നത്, ക്യാൻസർ വരുന്നത്. പക്ഷെ അവർ പിക്കപ്പ് ചെയ്യത്തില്ല, മിസ്സായി പോകും. എന്ന് പറഞ്ഞ് എല്ലാ മാസവും മാമോഗ്രാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ സിംറ്റം ഉണ്ടെങ്കിൽ താമസമില്ലാതെ ഡോക്ടറിനെ കാണുക, സ്വയം ബ്രസ്റ്റ് അവബോധം ഉണ്ടാകുക. സ്ക്രീനിങ് മാമോഗ്രാം പ്രത്യേകിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റിസ്ക് ഉള്ള ആളുകൾക്ക്. ആരാണ് റിസ്ക് ഉള്ള ആളുകൾ? ഒരു കുടുംബത്തിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഹിസ്റ്ററി ഉള്ള പല തലമുറകളിൽ ബ്രസ്റ്റ്, ഓവറി, അണ്ടാശയം, യൂട്രസ് ക്യാൻസറുകൾ പല തലമുറകളിലുള്ള ആളുകൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അവർക്ക് ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ടാകാം. അങ്ങനെയുള്ള ഹെറിഡിറ്ററി ടെസ്റ്റിംഗ് ചെയ്യണം. അതാണ് ഏറ്റവും ബെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്. അത് പറ്റത്തില്ലെങ്കിൽ സ്ക്രീനിങ് മാമോഗ്രാം അങ്ങനെയുള്ളവർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ എക്സിക്യൂട്ടീവ് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് അല്ലാതെയും വെറുതെ പോയി രോഗലക്ഷണങ്ങളില്ലാതെ സ്ക്രീനിങ് മാമോഗ്രാം ചെയ്തതുകൊണ്ട് റാൻഡമായിട്ട് 1, 2, 10 വ്യക്തികൾക്ക് ഗുണം കിട്ടിയാലും ഒരു പോപ്പുലേഷനെ സംബന്ധിച്ച് വലിയ ഗുണം കിട്ടാറില്ല. ഇൻഫാക്ട് അത് പലപ്പോഴും കൂടുതൽ ടെസ്റ്റുകളും കൂടുതൽ ആങ്സൈറ്റിയും ഉണ്ടാക്കാനേ സാധ്യതയുള്ളൂ. ഇതാണ് എൻ്റെ ഡിഫറെന്റ് വ്യൂ. എന്തെങ്കിലും ഉണ്ടോ? താങ്ക് യു. 3 മിനിറ്റാണ് ബാക്കിയുള്ള. 2 കൈയുണ്ട്. സാറ മാമൻ, പിന്നെ നമ്മുടെ ചാറ്റ് ഒരു ക്വസ്റ്റ്യൻ. ഹൈ സർ, ഐ വോണ്ട് ടു നോ അബൌട്ട് പാൻക്രിയാറ്റിക് ക്യാൻസർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്. പാൻക്രിയാറ്റിക് ക്യാൻസർ ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും കീമോതെറാപ്പിയാണ്. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ സർജറി ഒരു പോസിബിലിറ്റിയാണ്. പ്രധാനമായിട്ടും കീമോതെറാപ്പിയാണ്. ഇതിന്റെ ചാലഞ്ച് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ചാലഞ്ച്. ജോഷി ഹാൻഡ് റൈസ് ചെയ്യുന്നു. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ജയപ്രകാശ് KN ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നുണ്ട്. ഞാൻ വായിച്ചോട്ടെ അത്? തീർച്ചയായിട്ടും. പ്ലീസ്. പാലും പാലുൽപ്പന്നങ്ങളും ധാരാളമായി ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകും? ഇല്ല, ഒരിക്കലും ഇല്ല. പാല് പ്രോട്ടീനാണ്, ആവശ്യമാണ്. പാലും പാലുൽപ്പന്നങ്ങളും നമുക്ക് മനുഷ്യന് ആവശ്യമുള്ളതാണ്, തീർച്ചയായിട്ടും ഉപയോഗിക്കണം. മധുരം, ഷുഗർ, അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഇതിൻ്റെയൊക്കെ ഉപയോഗം നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ കുറയ്ക്കുക. പാലൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഒരു ചോദ്യം കൂടെ. ഈ റീസെന്റ് ഞാൻ ഇവിടുത്തെ ഒരു ന്യൂസ് പേപ്പറിൽ എവിടെയോ വായിച്ചതായി കേട്ടു, ക്യാൻസറിന് ക്യൂർ കണ്ടുപിടിച്ചു റഷ്യയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 50% വിശ്വസിച്ചുള്ളൂ. പക്ഷെ ഡോക്ടറുടെ അഭിപ്രായം എന്താണ് അതിൽ? ഈസ് ഇറ്റ് പോസിബിൾ ടു ഫൈൻഡ് സംതിങ് വെരി സൂൺ, ഓർ ഹൗ ഇസ് ദ റിസർച്ച് ഗോയിങ് ഓൺ ദാറ്റ് ഏരിയ പ്ലീസ്? ബഹുഭൂരിപക്ഷം ഇങ്ങനെ കാണുന്ന പോസ്റ്റുകളും തെറ്റാണെന്നുള്ളതാണ് ഒന്നാമത്തെ വാർത്ത. ഇൻഫാക്ട് ടു ദി എക്സ്റ്റെന്റ് ഇന്നത്തെ കാലത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പോലും ഫേക്ക് ന്യൂസ് വരുന്നു. ഈ അടുത്തിടെ നമ്മൾ എല്ലാവരും കേട്ടൊരു വാർത്തയാണ് 100 രൂപയ്ക്ക് ക്യാൻസർ പില്ല് ടാറ്റ മെഡിക്കൽ സെന്റർ ഗവേഷണം നടത്തി ഡെവലപ്പ് ചെയ്തു എന്നുള്ളത്. ടാറ്റ മെഡിക്കൽ സെന്ററിന്റെ 2 ഡോക്ടർമാർ ചേർന്ന് നടത്തിയൊരു കാര്യമാണ്. അവരൊരു കമ്പനി ഫോം ചെയ്തപ്പോൾ അവരതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു കൊടുത്തൊരു വാർത്തയാണ്. അതിൽ യാതൊരു അടിസ്ഥാനമില്ലാത്തതാണ്. അത് അത്രയും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും ഫേക്ക് ന്യൂസ് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആരെ വിശ്വസിക്കണം എന്ന കൺഫ്യൂഷനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതിനെതിരെ ഞാൻ നല്ലൊരു യൂട്യൂബ് ക്ലിപ്പ് ഇട്ടപ്പോൾ ടാറ്റ മെഡിക്കൽ സെന്റർ ഡയറക്ടർ തന്നെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുന്നു, താങ്ക് യു അജു ഫോർ ഡൂയിങ് ദാറ്റ് എന്ന്. കാരണം അവർക്ക് പോലും ഇത് പറയാൻ ധൈര്യമില്ല ഉള്ളിൽ തന്നെ. അപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ട്രസ്റ്റ് റിലയബിൾ സോഴ്സസ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ keralacancercare.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഒക്കെ ആരംഭിച്ചത്. റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ക്യാൻസർ ക്യൂർ പോസിബിൾ ആണ്, തീർച്ചയായിട്ടും. ധാരാളം ക്യാൻസറുകൾ ഇപ്പോൾ ക്യൂർ ചെയ്യപ്പെടുന്നു, ധാരാളം. പക്ഷെ അത് നല്ല ട്രീറ്റ്മെന്റ് മെത്തേഡ്സിലൂടെ എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ പെട്ടെന്ന് വായിക്കാൻ അവിടെ
ചാറ്റ് ബോക്സിലാണ് റോബിൻ ചെറിയാൻ. Cancer treatment can be very expensive, and thus the cost might deter people from taking treatment. Insurance companies usually cover sickness. Can the medical community promote covers for prevention screening? ഇത് എനിക്ക് എൻ്റെ പേ ഗ്രേഡിന് മുകളിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം പറയാം. ഇന്നത്തെ കാലത്ത് എൻ്റെ മിക്ക ചികിത്സകളും ഗുളിക പരുവത്തിലാണ് കൊടുക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പണ്ടൊക്കെ കീമോതെറാപ്പിക്ക് എല്ലാം IV ആണെങ്കിൽ ഇന്ന് കുറേയൊക്കെ ഗുളികയിലൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനീസ് ഈ ഗുളികകൾ കൊടുത്താൽ റീഇംബേഴ്സ് ചെയ്യില്ല, കവർ ചെയ്യില്ല. അപ്പോൾ പല പേഷ്യൻസിനും ഈ ഗുളിക കിട്ടാൻ വേണ്ടി നമ്മൾ ഇവരെ അഡ്മിറ്റ് ചെയ്ത് ഗുളിക കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ആക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. സോ നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിലൊക്കെ ധാരാളം പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ അതൊരു ലീഗൽ ലെജിസ്ലേറ്റീവ് രീതിയിലേ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം, ക്യാൻസർ രോഗികൾ വന്നവർ ഒരുമിച്ച് കൂട്ടായിട്ട് തീരുമാനിച്ച് ഒരു PIL കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ കോടതി ഇതൊന്ന് കേൾക്കുകയും കോടതിയിലൂടെ ഒരു അഡ്വക്കസി വരികയാണെങ്കിൽ ഗവൺമെന്റ് ഒരു ഇഷ്യൂ ആക്കി മാറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്, ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇൻഷുറൻസ് കവറേജ് ഫോർ പ്രിവെൻഷൻ സ്ക്രീനിങ്. പക്ഷെ അതിനടിയിൽ ഒരു അണ്ടർലൈൻ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ഗുഡ് പ്രിവെൻഷൻ സ്ക്രീനിങ്? ഇന്ന് എന്ത് ടെസ്റ്റ് ചെയ്യണം സ്ക്രീൻ ചെയ്യാൻ? എനിക്കും പറഞ്ഞതാ, കാരണം അങ്ങനെയാണെങ്കിൽ ഞാനും പോയി ചെയ്യാം. സോ ക്യാൻസർ സ്ക്രീൻ ചെയ്യാൻ ഞാൻ അതിന് ഉത്തരം പറഞ്ഞുതരാം. എഫക്റ്റീവ് ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഒരു ഓങ്കോളജിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ, ഇത് എൻ്റെ അഭിപ്രായമാണ്, വ്യക്തിപരമായ അഭിപ്രായമാണ്, 45 വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും, സ്ത്രീകൾ കഴിയുമെങ്കിൽ കോളൻ റെക്ടം ക്യാൻസർ സ്ക്രീനിങ് കൊളോണോസ്കോപ്പിയിലൂടെയോ അല്ലെങ്കിൽ ഇയർലി ഫീക്കൽ ഇമ്മ്യൂണോ കെമിക്കൽ ടെസ്റ്റിലൂടെയോ അണ്ടർഗോ ചെയ്യണം. ബിക്കോസ് ഇതൊരു എമിനൻ്റ്ലി പ്രിവെൻറ്റബിൾ ക്യാൻസർ ആണ്. 1, കോളൻ സ്ക്രീനിങ് ഇമ്പോർട്ടൻറ്റ്. 2, യൂട്രസ് ഉള്ള എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് 65 വയസ്സിന് താഴെ, സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണം. അതിന് പല വിധങ്ങളുണ്ട്. ചെറുപ്പക്കാർ വാക്സിൻ സ്വീകരിക്കുക, അങ്ങനെ പ്രിവെന്റ് ചെയ്യാം. 3, പതിവായിട്ട് പുകവലിക്കുന്ന ആൾക്കാർ, പുകയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ വായിക്കകത്ത് ഓറൽ എക്സാം ചെയ്യാം ഒരു നല്ലൊരു ഡോക്ടറിനെ കൊണ്ട്. ഒത്തിരി പുകവലിക്കുന്ന ആൾക്കാർക്ക് പൈസ ഒരു ബയോപ്സിക്ക് എടുക്കാൻ സാമ്പത്തികം ഉണ്ട്, ടെക്നോളജി ഉണ്ടെങ്കിൽ ലങ് ക്യാൻസർ സ്ക്രീൻ ചെയ്യാനായിട്ട് CT ചെസ്റ്റ് ചെയ്യാം. ഹൈ റിസ്ക് ഉള്ള വ്യക്തികൾ സ്ക്രീനിങ് മാമോഗ്രാം ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഈ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. ജോഷി, ഒരു ഹാൻഡിൽ റേസ്ഡ് ആണ്. 2 മിനിറ്റ് ഉണ്ടോ അജുവിന്? ഷാനി പെട്ടെന്ന് നമ്മുടെ സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. ഷാനി. ഹലോ. പറയൂ. ഹലോ സാർ, ഞാനൊരു ക്യാൻസർ സർവൈവർ ആണ്. സാറാണ് എന്റെ ഇപ്പൊ ഫൈനൽ ഒരു 4 കീമോ ഞാൻ ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ എല്ലാം റിജക്ട് ചെയ്ത് വിട്ട കേസ് സാറാണ് എന്നെ ഏറ്റെടുത്ത്, ഇത്രയും റിസ്ക് ഏറ്റെടുത്ത് എനിക്ക് ലാസ്റ്റ് ഒരു 4 കീമോ സാറിന്റെ പ്രസൻസിൽ വളരെ ഹാപ്പി ആയിട്ട് വളരെ നല്ല രീതിയിൽ എനിക്കത് ചെയ്തു തരാൻ സാറിനെ കൊണ്ട് സാധിച്ചു. ഞാൻ വെരി താങ്ക്ഫുൾ ആണ് സാറിനോട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് എന്റെ ഒരു സന്തോഷം സാറിനോടും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോ റൈസ് ഹാൻഡ് ചെയ്തത്. ഇത് കേൾക്കുമ്പോ അജുവിനേക്കാൾ സന്തോഷം ഞങ്ങൾക്കാണ് കേട്ടോ. അജു എന്താ പറയായിരുന്നു? അല്ല, താങ്ക് യു പറഞ്ഞ ഒത്തിരി നന്ദി. ഒരു രാജുവും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ആകാം രാജു. രാജു. ഷാനിയുണ്ട്, രാജു ഉണ്ട്. വേഗം ആകാവോ? ഹലോ. പറയൂ. ഇതെന്റെ മമ്മിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. മമ്മിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പൊ സ്റ്റേജ് 2 ആന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓങ്കോ ടൈപ്പ് എന്ന് പറഞ്ഞ ടെസ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തു. അപ്പൊ അതിന്റെ സ്കോർ 17 ആയതുകൊണ്ട് കീമോ അവോയ്ഡ് ചെയ്യാം. സർജറി ചെയ്ത് ലംബ് ഉണ്ടായിരുന്ന 2.2 സെന്റിമീറ്റർ ആയിരുന്നു. ഒരു ലിംനോഡ് പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ സർജറി ചെയ്തു. ഇപ്പൊ റേഡിയേഷൻ 15 റേഡിയേഷൻ വേണമെന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഡോക്ടറിനോട് ആ ട്രീറ്റ്മെന്റ് പ്ലാൻ ഇത് തന്നെയാണോ ഡോക്ടർ സജസ്റ്റ് ചെയ്യാന്ന് ചോദിക്കാനായിരുന്നു. പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടും. 70 വയസ്സ്. തീർച്ചയായിട്ടും ഒഴിവാക്കാം. ഇപ്പൊ പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ്. ഈ ഓങ്കോടൈപ്പ് DX ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒക്കെ നല്ല എക്സ്പെൻസീവാ. പക്ഷെ ചെയ്യുവാണെങ്കിൽ നല്ലതാ. 3.5 ലക്ഷം രൂപ ചെലവ് വരും.
3.5 ലക്ഷം രൂപ ചെലവ് വരുന്ന ടെസ്റ്റ് അമേരിക്ക വിട്ട് ചെയ്യുന്നതാണ്. ചെയ്താലുള്ള ഗുണം പലപ്പോഴും കീമോ കൊടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോ ഈ പറഞ്ഞ ആ വ്യക്തിയുടെ അമ്മയ്ക്ക് കീമോ ഒഴിവാക്കാൻ സാധിച്ചു. പക്ഷെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം കീമോയുടെ ആകെപ്പാടുള്ള ചെലവ് 50,000 രൂപയായിരിക്കാം, അല്ലെ 70,000, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയായിരിക്കാം. കീമോ വേണോ വേണ്ടെന്നുള്ള ടെസ്റ്റിന് 3.5 ലക്ഷം രൂപ വരുന്നു. അപ്പോൾ അതിലും ഭേദം പല പേഷ്യൻസും പറയുന്നത് എന്നാ പിന്നെ ഡോക്ടർ എനിക്കും കീമോ തന്നോ എന്നാണ്. സോ ഇങ്ങനെയുള്ള പല ടെസ്റ്റുകളും നമ്മുടെ നാട്ടിലും ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ നല്ലതായി തീരും. സോ റിസർച്ച് ഒക്കെ വളരെ ആവശ്യമാണ്. ലാസ്റ്റ് മെസ്സേജ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും റിസർച്ച് ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുക. നമ്മുടെ നാട്ടിലും ഗവേഷണം നടന്നാലേ മുന്നോട്ട് കാര്യങ്ങൾ പോവുകയുള്ളൂ. പലപ്പോഴും നമുക്ക് ഗവേഷണത്തെ പറ്റി കേൾക്കുമ്പോൾ ഒരു വൈമുഖ്യമാണ്, പേടിയാ, ഭയമാണ്. അത് വേണ്ട. വിദേശ രാജ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത എന്നെ പോലുള്ളവർക്ക് അറിയാം, അവിടെ എല്ലാം അവർ റിസർച്ച് ഉണ്ടോ എന്ന് പറഞ്ഞാണ് വരുന്നത്. ഞാൻ അമേരിക്ക പ്രാക്ടീസ് ചെയ്തപ്പോൾ പേഷ്യൻസ് വന്നുകൊണ്ടിരുന്നത്, ഡോക്ടർ ഇസ് ദർ എ ക്ലിനിക്കൽ ട്രയൽ ഫോർ മീ എന്ന് ചോദിച്ചാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ധാരാളം വ്യക്തികൾ വിദേശ രാജ്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊക്കെ ഇന്ന് മരുന്നുകൾ ഉള്ളത്. നമുക്കും മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ മാതൃക കാണിക്കാനായിട്ട് ഗവേഷണത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കണം എന്നാണ് എൻ്റെ ലാസ്റ്റ് കമന്റ്. താങ്ക് യു ലാൽ സർ.